Hi students, hello, welcome to the key discussion of zoology of GIB 11. മക്കളെ നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ ഈ ഒരു പരീക്ഷ അത്ര എളുപ്പമുള്ള പരീക്ഷ ആയിരുന്നില്ല. എന്നാലും അതൊരു എളുപ്പമുള്ള പരീക്ഷ ആയിരുന്നു എന്ന് പറയാം. കാരണം നിങ്ങൾ കുറേ GIBകൾ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വളരെ എളുപ്പമായി തോന്നാം. പ്രത്യേകിച്ച് നമ്മൾ പാർട്ട് 2 വളരെ എളുപ്പമായിരുന്നു. പാർട്ട് 1 കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ GIB 11 വളരെ എളുപ്പമായി തോന്നിയിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കാം, അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് 1 ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാൽസ്യം അയോൺസ് ബൈൻഡ് ടു ഡാഷ് ഇൻ ദ സ്കെൽറ്റൽ മസിൽ ആൻഡ് ലീഡ് ടു എക്സ്പോഷർ ഓഫ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ ഡാഷ് ഓൺ ദ ഡാഷ് ഫിലമെന്റ് എന്നാണ്. ഈ ക്വസ്റ്റ്യൻ 151 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള, നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക. കാൽസ്യം അയോൺ എന്തിൻ്റെ മേലെയാണ് ബൈൻഡ് ചെയ്യുന്നത്? കാൽസ്യം അയോൺ ബൈൻഡ് ടു ട്രോപ്പോണിൻ ആണ്, അല്ലേ? ട്രോപ്പോണിൻ. അപ്പോൾ 1 2 ആവാം, ട്രോപ്പോണിൻ 3 ആവാം, അല്ലേ? ട്രോപ്പോണിൻ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാൽസ്യം അയോൺസ്, കാരണം മാസ്കിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ട്രോപ്പോണിൻ ആണെന്നറിയാം. ട്രോപ്പോണിൻ C ആണ് കാൽസ്യമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. കാൽസ്യം അയോൺ ബൈൻഡ് ടു ട്രോപ്പോണിൻ ഇൻ ദ സ്കെൽറ്റൽ മസിൽസ് ആൻഡ് ലീഡ് ടു ദ എക്സ്പോഷർ ഓഫ് ബൈൻഡിങ് സൈറ്റ് ഫോർ. ഏതിൻ്റെ ബൈൻഡിങ് സൈറ്റ് എന്നാണ് ചോദ്യം. ഇവിടെയാണ് തെറ്റാൻ സാധ്യതയുള്ളത്. ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ ആണ്. ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ ഓൺ ദ ആക്റ്റിൻ ഫിലമെന്റ് എന്നാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ ആക്റ്റിനും മയോസിൻ ഇപ്പം 1 2 നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയ വ്യത്യാസമേ കാണുള്ളൂ. അപ്പോൾ എന്തിൻ്റെ ബൈൻഡിങ് സൈറ്റാ? ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ ഓൺ ആക്റ്റിൻ ഫിലമെന്റ് എന്നാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ കാൽഷ്യം അയോൺ ബൈൻഡ് ടു ട്രോപ്പോണിൻ, അല്ലെ ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ ഓൺ ആക്റ്റിൻ ഫിലമെന്റ്. അത് നിങ്ങളുടെ നോക്കിയാൽ നിങ്ങൾ കാണാം. പേജ് നമ്പർ 307 നിങ്ങളുടെ പഴയ ബുക്കിൽ NCERTയിലെ ലോക്കോമോഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. ഇൻക്രീസ് ഇൻ ദ കാൽസ്യം ലെവൽ ലീഡ് ടു ബൈൻഡിങ് ഓഫ് കാൽസ്യം വിത്ത് സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ C ഓൺ ആക്റ്റിൻ ഫിലമെന്റ് ആൻഡ് ദെർബൈ റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ഫോർ മയോസിൻ. ഇത് ക്വസ്റ്റ്യനിൽ തിരിച്ചിട്ടാണ് തന്നത്. അതുകൊണ്ട് ഫോർ മയോസിൻ ഓൺ ആക്റ്റിംഗ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ 1 ആണ് വരേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പേജ് നമ്പർ 307 നിങ്ങൾക്ക് ഈ വ്യത്യാസം, ഈ ഒരു പാരഗ്രാഫ് കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 151 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 152 നോക്കാം നമുക്ക്. ലോവർ ജോ ഓഫ് മാൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ലോവർ ജോയിൽ ഇപ്പം നമ്മൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ NCERT പഠിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഒരു ലോക്കോമോഷൻ എന്ന ചാപ്റ്റർ തന്നെ നമുക്ക് സ്കെൽട്ടൺ സിസ്റ്റം എടുക്കുന്ന സമയത്ത് ആക്സിയൽ സ്കെൽട്ടണിൽ സ്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു ഫാഷ്യൽ ബോണും ക്രാനിയൽ ബോണും കൂടെ 22 ബോൺസ് ഉണ്ടെന്നൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലോവർ ജോ ഓഫ് ദ മാൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ബോൺ കോൾഡ് മാൻറ്റിബിൾ ആണ്. മാൻറ്റിബിൾ എന്ന സിംഗിൾ ബോൺ ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. പേജ് നമ്പർ 309 നിങ്ങളുടെ NCERTയിലെ സ്കെൽട്ടൽ സിസ്റ്റം തുടങ്ങുന്ന ഭാഗം, ആ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഞാനിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വലിയ ബോൺ, ആ മാൻറ്റിബിൾ എന്ന വലിയ ബോൺ, സിംഗിൾ ബോൺ ആണ് നമ്മുടെ ലോവർ ജോ, അല്ലെ? മാക്സില എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിലാണ് കാണുന്നത്. ലോവർ ജോ എന്ന് പറഞ്ഞാൽ മാൻറ്റിബിൾ, അതൊരൊറ്റ ബോണാണെന്നുള്ള കൃത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് പേജ് നമ്പർ 309 ഡയഗ്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഉത്തരം പറയാം? എ സിംഗിൾ ബോൺ കോൾഡ് മാൻറ്റിബിൾ എന്നുള്ള ഓപ്ഷൻ, അല്ലേ? ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 152 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 153 നോക്കാം. ഒസിപിറ്റൽ കോണ്ടൈൽ ആർട്ടിക്കുലേറ്റ് വിത്ത്. ഇതും ലോക്കോമോഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒസിപിറ്റൽ കോണ്ടൈൽ, അല്ലെ? ഒസിപിറ്റൽ കോണ്ടൈൽ എന്താണ്? നിങ്ങളുടെ സ്കള്ളിൽ ഒസിപിറ്റൽ ബോണിൽ കാണുന്ന 2 ചെറിയ കുഴികളാണ്. അവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വെർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് വെർട്ടിബ്രയായ
അറ്റ്ലസിന് 2 കൊമ്പ് പോലുള്ള സംഭവങ്ങളുണ്ട്, പ്രൊജക്ഷൻസ്, അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 കൊണ്ടാണ് ബൈകോണ്ടിലിക് ഓർ ഡൈകോണ്ടിലിക് സ്കൾ എന്ന് ഹ്യൂമൻ സ്കള്ളിനെ പറയുന്നത്. അപ്പോൾ ഒസിപിറ്റൽ കോണ്ടൈൽ സ്കള്ളിലെ എവിടെയാണ് കാണുന്നത്? ഒസിപിറ്റൽ ബോണിലാണ്. അത് എന്തുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വെർട്ടിബ്ര ഓഫ് ദ വെർട്ടിബ്രൽ കോളമാണ്. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം പറയാം? ഇവിടെ ഏത് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും? 4 എന്ന വെർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് വെർട്ടിബ്രയോടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഒസിപിറ്റൽ കോണ്ടൈൽ ആർട്ടിക്കുലേറ്റ് വിത്ത് വെർട്ടിബ്രൽ കോളം എന്ന 4 153 4 is the right answer. 4 വെർട്ടിബ്രൽ കോളം is the 4. ഓക്കെ, ഇതാ നിങ്ങൾക്ക് കാണാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു ബോൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഒസിപിറ്റൽ ബോൺ. അതിൻ്റെ മേലെയുള്ള 2 സംഭവങ്ങളാണ് എന്ത് പറയുക? ഒസിപിറ്റൽ കോണ്ടൈൽ. അതിലാണ് ഈ പ്രൊജക്ഷൻസ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 1 2 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ 1 2 ആണ് ഒസിപിറ്റൽ കോണ്ടൈൽ. ഡൈകോണ്ടിലിക് ഓർ ബൈകോണ്ടിലിക് 2 ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, യെസ്. ആ കുഴിയെ നമ്മൾ എന്താ പറയുക? ഈ കാണുന്ന കുഴിയെ നമ്മൾ എന്ത് പറയും? ദിസ് വൺ. ഇത് നമ്മൾ പറയുന്ന പേര് ഫൊറാമൻ മാഗ്നം എന്നാണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്പൈനൽ കോഡ്, അതായത് നമ്മുടെ മെഡുല്ലോ ഒബ്ലോങ്കറ്റയുടെ തുടർച്ചയായിട്ട് സ്പൈനൽ കോഡ് ഈ സ്കള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 153? 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 154 എടുക്കാം. മാച്ച് ദ വെസൽസ് ഇൻ കോളം 1 വിത്ത് അപ്രോപ്രിയേറ്റ് ഓർഗാൻസ് ഇൻ കോളം 2. അതായത് കുറേ ബ്ലഡ് വെസൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ ബ്ലഡ് വെസലും അത് ഇപ്പർ സൈഡിൽ ഓർഗാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് മാച്ചിങ്? 154 ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് കൃത്യമായ മാച്ചിങ് നോക്കാം. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്താ? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. നിങ്ങൾ പോർട്ടൽ സിസ്റ്റം കേട്ടിട്ടുണ്ട്. പോർട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഓരോ ഓർഗാനിൽ നിന്ന് മറ്റൊരു ഓർഗാനിലൂടെ ഹാർട്ടിൽ എത്തുന്നതിനാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുക. മനുഷ്യരിലെ 2 പ്രധാനപ്പെട്ട പോർട്ടൽ സിസ്റ്റമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അവിടെ എന്താണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഹെപ്പാറ്റിക് ലിവറാണ് ഇന്റർമീഡിയറ്റ് ഓർഗാൻ. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം, അവിടെ ഹൈപ്പോഫൈസിസ് അതായത് പിറ്റ്യൂട്ടറി ആണ്. അപ്പോൾ റീനൽ പോർട്ടൽ സിസ്റ്റം ഒരു സിസ്റ്റം ഉണ്ട്, അത് ഫ്രോഗിൽ ഡെവലപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് ക്യാരി ബ്ലഡ് ഇൻ ടു ദ ലിവർ അല്ലേ? അപ്പോൾ നമുക്ക് ABCD എഴുതുകയാണെങ്കിൽ A എന്ന് പറയുമ്പം R എടുത്തൂടെ? ക്യാരീസ് അല്ലെ? എവിടത്തേക്ക്? ടു ദ ലിവർ. അതാണ് ഹെപ്പാറ്റിക്. പിന്നെ പൾമോണറി ബ്ലഡ് വെസൽസ് എന്താണ് ചെയ്യുക? പൾമോണറി ബ്ലഡ് വെസൽസ്, പൾമോണറി ദ വേർഡ് ഈസ് റിലേറ്റഡ് ടു ലങ്സ്. നമ്മുടെ ഹാർട്ടിൽ നിന്ന്, റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്ത് ലങ്സിൽ എത്തിക്കുന്നത് പൾമോണറി ആർട്ടറിയാണ്. ലങ്സിൽ നിന്ന് പ്യൂരിഫൈഡ് ബ്ലഡിനെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തിക്കുന്നത് പൾമോണറി വെയിൻ ആണ്. അത് 2 കൂടെ കൂടിയതാണ് പൾമോണറി വെസൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബ്ലഡ് വെസൽസ് അങ്ങനെ വരുന്ന സമയത്ത് അത് ലീഡ് ടു ലങ്സ് എന്ന് പറയാം. പൾമോണറി ആർട്ടറിയാണ് ടു ലങ്സ്, മറ്റാണെങ്കിൽ ഫ്രം ലങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് S കൊടുത്തൂടെ? ഇവിടെ S കൊടുക്കാം. പിന്നെ കൊറോണറി സർക്കുലേഷൻ. കൊറോണറി സർക്കുലേഷൻ എന്ന് പറയാൻ എന്താ അർത്ഥം? കൊറോണറി സർക്കുലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കൊറോണറി ആർട്ടറി, കൊറോണറി വെയിൻ. അതായത് ഹാർട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നു? ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഓർഗാനാണ്. അപ്പോൾ ഒരുപാട് ബ്ലഡിനെ സ്വീകരിക്കുന്നു, ബ്ലഡിനെ പമ്പ്സ് ഔട്ട് ചെയ്യുന്നു. പക്ഷേ ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഹാർട്ടിന് അതിൻ്റേതായ ഒരു സർക്കുലേഷൻ വേണം. അപ്പോൾ ഹാർട്ടിലേക്ക് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന, പ്യുവർ ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് കൊറോണറി ആർട്ടറി. നിങ്ങൾ കൊറോണറി ആർട്ടറി ഡിസീസ് CAD കേട്ടിട്ടുണ്ട്. അവിടെ ബ്ലോക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ ഡെപ്പോസിഷനാണ് അത്തിറോസ്ക്ലിറോസിസ്. അപ്പോൾ കൊറോണറി ആർട്ടറി ഹാർട്ട് മസിൽസിനോട്ട് ബ്ലഡ് കൊടുക്കുന്നു. ഇംപ്യൂർ ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാ? കൊറോണറി വെയിൻ ആണ്, കൊറോണറി സൈനസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹാർട്ടിൻ്റെ മസിൽസിലോട്ടും അവിടെ നിന്നുള്ള സപ്ലൈ അല്ലേ. ഇപ്പോൾ കൊറോണറി സർക്കുലേഷൻ ഹാർട്ട്സ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹാർട്ട്സ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം നമുക്ക് പറയാം. അപ്പോൾ എന്താ? ഈസ് ഈക്വൽ ടു P വരും. പിന്നെ ഇൻഫീരിയർ വിന കാവ, ഇൻഫീരിയർ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വിന കാവ എന്ന് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ മലയാളം മീഡിയം പഠിച്ച കുട്ടികളാണെങ്കിൽ ഊർധ്വ മഹാസിര, അധോ മഹാസിര എന്ന് പറയും. സുപ്പീരിയർ വിന കാവ, ഇൻഫീരിയർ വിന കാവ. ഒന്ന് അപ്പർ സൈഡെന്നും ഒന്ന് ലോവർ സൈഡും. അതാണ്
സുപ്പീരിയർ, ഇൻഫീരിയർ. അപ്പോൾ ഇൻഫീരിയർ വീന കാവ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ബ്ലഡ് ടു ഹാർട്ട് ഫ്രം ലോവർ പാർട്സ്, ലോവർ ലിംസ്. ഓക്കെ, അപ്പോൾ എന്ത് വരണം? ക്യൂ വരണം. RSPQ എന്ന ഉത്തരം വരണം. RSPQ. 1 is the right answer for question number 154. Okay, question number 155 എടുക്കാം. Which of the following is not true for cerebrum? സെറിബ്രവുമായി ബന്ധപ്പെട്ട് തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഫോം ദ മേജർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. നമുക്കറിയാം ഹ്യൂമൻ ബ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെറിബ്രം, നോ ഡൗട്ട് അല്ലേ. രണ്ടാമത്തത് എ ഡീപ്പ് ക്ലെഫ്റ്റ് ഡിവൈഡ് ഇറ്റ് ട്രാൻസ്വേഴ്സ്ലി ഇൻ ടു 2 halves. തെറ്റാണ്. ട്രാൻസ്വേഴ്സ്ലി. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ ഹാഫ്സ് അല്ലേ. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ഹാഫ്സ് ആണ്, 2 halves ആണ് അല്ലേ. അത് ശരിയാണ്. ദ ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ ട്രാക്ട് ഓർ നെർവ് ഫൈബർ കോൾഡ് കോർപ്പസ് കലോസം. അതും ശരിയായ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് വരിക? ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. സോ 2 is the incorrect statement for question number 155. 2 is the right answer. ഇതാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ കൊടുത്ത പേജ് നമ്പർ 321 നമ്മുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ ഭാഗത്ത് കൊടുത്ത് കാണാം. സെറിബ്രം ഫോം ദ മേജർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയില്ലേ? എ ഡിവിഷൻ അല്ലേ. A deep cleft divide the cerebrum longitudinally into 2 halves, which are termed as right and left cerebral hemispheres. അപ്പോൾ മൂന്നാമത്തതും കറക്റ്റായി. The hemispheres are connected by a tract of nerve fiber called corpus callosum. ഈ ഒരു എൻറ്റയർ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഒന്നാമത്തതും മൂന്നാമത്തതും നാലാമത്തതും കറക്റ്റായില്ലേ? അപ്പോൾ ഇതിൽ ഏതാണ്? 2 ആണ്. അത് ട്രാൻസ്വേഴ്സ്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഡീപ്പ് ക്ലെഫ്റ്റ് ഡിവൈഡ് ട്രാൻസ്വേഴ്സ്ലി ഇൻ ടു 2 halves എന്നുള്ളതാണ് അവിടെ പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെ 2 is the incorrect statement and right answer for question number 155. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പേജ് നമ്പർ 300 യു ക്യാൻ റെഫർ ദ പേജ്. പഴയ ബുക്ക് എടുത്താൽ പേജ് നമ്പർ 321 നിങ്ങൾക്ക് കാണാം. അതുപോലെ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും ചിത്രം ഞാൻ അവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. ഓക്കെ, then question number 156 നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് which one among the following are probably a fish like reptile? fish like reptile ഇതിലേതാണ്? നമ്മൾ പഠിച്ചു റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ആദ്യം ഈ ജീവികൾ വാട്ടറിൽ നിന്ന് ലാൻഡിലോട്ട് വന്നു. ആ ലാൻഡിലുള്ള റെപ്റ്റൈൽസ് ചിലത് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു പോയി എന്ന് പറഞ്ഞ് അത്തരത്തിൽ വെള്ളത്തിലോട്ട് പോയ റെപ്റ്റൈൽസ് ഏതാണ്? ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ഇത്തിയോസോർസ് ആണ്. ഇത്തിയോസോർസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? വെള്ളത്തിലോട്ട് തിരിച്ചു പോയ ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഭൂമിയിൽ ഇവിടെ തന്നെ നിന്ന് ഡൈനോസോഴ്സ് എവിടെ? നമ്മുടെ കരയിൽ തന്നെ നിന്നിരുന്നു. അതിൽ ഒരു വിഭാഗം എങ്ങോട്ട് പോയി? ഈ റെപ്റ്റൈൽസ്, ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് വീണ്ടും വെള്ളത്തിലേക്ക് പോയി. അതിനെയാണ് ഇത്തിയോസോർസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ 156 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 157 നോക്കൂ. ഇൻ എ പോപ്പുലേഷൻ, ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? ഈ ക്വസ്റ്റ്യൻ എവല്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും നമുക്ക് എവല്യൂഷനിലെ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ പോപ്പുലേഷൻ ഓഫ് 200 ഇൻഡിവിജ്വൽ 32 individuals are suffering from recessive disease. അതായത് 200 ഇൻഡിവിജ്വൽ ഉണ്ട് പോപ്പുലേഷനിൽ. അതിനകത്ത് 32 ആൾക്കാർക്ക് റിസസീവ് ഡിസോർഡർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ റിസസീവ് ജീനാണ് അവർക്കുള്ളത്. ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, ഈ ഒരു പോപ്പുലേഷൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അവർ ഇക്വിലിബ്രിയത്തിലാണ്, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ എന്നാണ് ചോദ്യം. ഒറ്റയടിക്ക് ഇത് ഉത്തരം പറയാൻ കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. 200 ആൾക്കാരുണ്ട്, 32 ആൾക്കാർ റിസസീവ് ഡിസോർഡർ ആണ്. എങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഉണ്ടാവും? നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്, അതായത് p² + 2pq + q² ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത്. അതിൽ p² എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയ അല്ലേ, ക്യാപിറ്റൽ എ ആണ് p² എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ക്യാപിറ്റൽ എ സ്മോൾ എ ഇതാണ്
2pq എന്ന് പറയുന്നത്. പിന്നെ സ്മോൾ എ അതാണ് Q². ആ Q² ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നുകിൽ നിങ്ങൾ 32 ഡിവൈഡ് ബൈ 200 എടുക്കുക. 32 ഡിവൈഡ് ബൈ 200 ചെയ്താൽ അത് 232 ആൾക്കല്ലേ. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 200 ചെയ്താൽ 0.16 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ട് നോക്കാം. അതായത് 200ൽ 32 ആണ്. അപ്പോൾ 32 ഡിവൈഡ് ബൈ 200 ഈസ് ഈക്വൽ ടു എത്ര വന്നു? ഇതവിടെ നിങ്ങൾക്ക് കാണാം 0.16 എന്ന വാല്യൂ വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് 200ൽ 32 ആണെങ്കിൽ 100 അത് 16, അപ്പോൾ നമുക്ക് 16 ബൈ 100 0.16 ആക്കാം. നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 32 ഡിവൈഡ് ബൈ 200 എടുത്താൽ 0.16. അപ്പോൾ Q² ഈസ് ഈക്വൽ ടു 0.16 ആണെങ്കിൽ Q എത്രയായിരിക്കും? 0.4 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 0.16 0.4 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.4 കിട്ടി. അടുത്ത നിങ്ങൾക്ക് P പ്ലസ് Q ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ P പ്ലസ് 0.4 ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ P ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.4 0.6 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്താ? P 0.6 കിട്ടി. Q എന്ന് പറയുന്നത് 0.4 ആണെങ്കിൽ 2pq എത്രയായിരിക്കും? 2pq എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4 ആണ്. അങ്ങനെ വരുമ്പോൾ എത്ര വരും? 0.48. 6 4 24 ഇൻറ്റു 2 48 0.48 വരും. അത് 0.48 എന്ന് പറഞ്ഞാൽ 48% എന്നാണ് അർത്ഥം. 0.48 എങ്ങനെ കിട്ടി? 0.48 മീൻസ് 48 ബൈ 100 ആണ്. അതാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? 0.48 48% കിട്ടിയത്. ഇത് 100 ആളുടെ കണക്കാണ്. നമുക്ക് ടോട്ടൽ 200 ആളുണ്ട്. അപ്പോൾ എന്ത് വരും? 100ൽ 48 ആണെങ്കിൽ 200ൽ 96 വരും. 96, അതായത് 0.96 96 ഔട്ട് ഓഫ് 200% എന്നല്ല പറയുക. 0.96 ആണല്ലോ വാല്യൂ കിട്ടുക. അതായത് ഈ 0.96 എന്ന് പറയുന്നത് 96 ഔട്ട് ഓഫ് 200 ആണ്. അപ്പോൾ എന്ത് ഉത്തരം വരും? നമുക്കിവിടെ 96 എന്നുള്ള ഉത്തരം വരും. കിട്ടിയത് മനസ്സിലായല്ലോ അല്ലേ? ആദ്യം നിങ്ങൾ 100ലാക്കിയിട്ട് പെർസെൻറ്റേജ് കാണുന്ന 100ലാണ്. അതിനെ ഡബിൾ ചെയ്താലേ കിട്ടുള്ളൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 157 3 is the right answer അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 157. ക്വസ്റ്റ്യൻ നമ്പർ 158 എടുക്കൂ. ദ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക് ഇൻവോൾവ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ എവല്യൂഷൻ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോളിക്കുലാർ ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക് ഇൻവോൾവ്സ്. സദേൺ ബ്ലോട്ടിംഗ് നിങ്ങൾക്കറിയാം. സാധാരണ നമ്മൾ നൈലോൺ പോലുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പീസസ് ഓഫ് DNA നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സോർട്ട് ചെയ്തിരിക്കുന്ന പീസസ് ഓഫ് DNA ബ്ലോട്ട് ചെയ്യുന്ന മെത്തേഡ്. എന്നിട്ട് അതിനെ എന്തുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുന്നു? റേഡിയോ ആക്റ്റീവ് പ്രോബുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ഹൈബ്രിഡൈസേഷൻ വിത്ത് റേഡിയോ ആക്റ്റീവ് പ്രോബ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ എവിടെ പഠിക്കുന്നതാ? ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്. അപ്പോൾ അതിൽ ഏതാ ശരി? സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക് ഇൻവോൾവ് ദ ഡിറ്റക്ഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഓൺ മെംബ്രെയിൻ ബൈ റേഡിയോ ആക്റ്റീവ് DNA പ്രോബ് അല്ലേ? ഡിറ്റക്ഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റിനെ ഒരു മെംബ്രെയിൻ്റെ മേലുള്ള ആ ഒരു ബ്ലോട്ട് ചെയ്തതിനെ എന്തുപയോഗിക്കുന്നു? റേഡിയോ ആക്റ്റീവ് പ്രോബ് ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 158 3 is the right answer. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 122 മോളിക്കുലാർ ബേസിസിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് ആണ്. നിങ്ങൾ ആ 4 5 ഒന്ന് നോക്കൂ. ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 4 5 നോക്കൂ. ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻടു എ സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. എന്തോ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലാബൽഡ്, അതായത് റേഡിയോ ആക്റ്റീവ് VNTR പ്രോബ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 158 3 is the right answer. This is on the basis of page number 122 of your previous book, old book. Okay, molecular basisലെ നമ്മൾ DNA ഫിംഗർ പ്രിന്റ് അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ അതുമായി. അപ്പോൾ നമ്മൾ എഴുതിയല്ലോ അല്ലേ? 158 3 is the right answer. And 159 is also coming from molecular basis of inheritance. എന്താണ്? What characteristic of short tandem repeat DNA makes is useful for DNA fingerprinting? അതായത് നമ്മൾ VNTR, variable number tandem repeat,
അത് എന്താ പറയുന്നത്, അതിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, അതിനെ ഒരു 100-നൊക്കെ താഴെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ VNTR വേരിയബിൾ നമ്പർ ആവാം. പക്ഷെ 10-ൽ താഴെ വരുന്നതാണ് ഷോർട്ട്. ഈ VNTR എന്ന് പറയുന്നത് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ് ആണ് അല്ലേ. ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്ര വേരിയബിൾ നമ്പർ ആയിരിക്കില്ല, അത് 10 വരെ താഴെയല്ലേ, അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തിനാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്കറിയാം, ദ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് വാരീസ് വൈഡ്ലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ ആനിമൽ ടു ആനിമൽ. ആനിമൽ ടു ആനിമൽ എടുക്കണ്ട, മനുഷ്യനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നു, നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത് പല പ്രാവശ്യം, അത് നിങ്ങളിലും എന്നിലും ഒക്കെ വ്യത്യാസമായിരിക്കാം. അതിനെയാണ് നമ്മൾ അപ്പം നമ്പർ ഓഫ് റിപ്പീറ്റ്സ് വാരി വൈഡ്ലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആ ഒരു കാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അലക്സ് ജെഫ്രി ഉപയോഗിച്ചത് VNTR ആണ് എന്ന് നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്, അതിൻ്റെ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ചെറുത്. അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ നമ്പറിൽ ഉണ്ടാവുന്ന, ഈ റിപ്പീറ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 159 what is the right answer? Question number 160 എന്താ നോക്കൂ. Consider another question coming from molecular basis. എന്താ, consider the following diagram. The working of lac operon in E. coli, Escherichia coli bacteria in the presence of inducer, and choose the correct statement from one given below. Inducer, you know, lac operon, Jacob and Monod, അറിയാലോ lac operon. ഈ ലാക് ഓപ്പറോണിൽ, ഈ കോളിൽ നമ്മൾ എന്താണ് ഇൻഡ്യൂസറായിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊരു ഇൻഡ്യൂസബിൾ ഓപ്പറോൺ ആണ് എന്നും നെഗറ്റീവ് റെഗുലേഷൻ ആണെന്നും നിങ്ങൾക്കറിയാം. ഇവിടെ റിപ്രസർ മോളിക്യൂളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുക. പക്ഷെ ഇവിടെ ഇതിനൊരു പരിധി വരെ സ്വിച്ച് ഓൺ ആവാനും ഓഫ് ആവാനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഡ്യൂസറായ ആരാണ്, ഇൻഡ്യൂസറായ ലാക്ടോസ് ആണ്. ആ ലാക്ടോസുമായി ബന്ധപ്പെട്ട, ഇൻഡ്യൂസറായ ലാക്ടോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. ആസ് ദ ഇൻഡ്യൂസർ, ഇതിൽ എന്താ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചത്. അപ്പോൾ ആസ് ദ ഇൻഡ്യൂസർ ക്യാൻ ബി എയ്തർ ലാക്ടോസ് ഓർ സൈക്ലിക്. ലാക്ടോസ് ആവാം, അലോ ലാക്ടോസ് ആവാം അല്ലേ. അപ്പോൾ അതിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ട്. പിന്നെ ബി ഈസ് ദ എൻസൈം that will metabolize glucose, the preferred energy source. B is the enzyme. B എന്താ, ഇവിടെ നമുക്കറിയാം, ഇത് A എന്താന്ന് നിങ്ങൾക്കറിയാം, ഇൻഡ്യൂസർ ആണ്. A എന്ന് പറയുന്നത് ഇൻഡ്യൂസർ ആണ്. ആ ഇൻഡ്യൂസർ ആണ് റിപ്രസറുമായിട്ട് അറ്റാച്ച് ചെയ്തത്. അതാണ് ചിത്രം കാണുന്നത്, കണ്ടില്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നത് റിപ്രസർ ആണ്. ഈ മുകളിലുള്ളത് റിപ്രസർ പ്രോട്ടീൻ ആണ്. ആ റിപ്രസർ പ്രോട്ടീൻ്റെ മേലെ ഇൻഡ്യൂസറായ ലാക്ടോസ് അറ്റാച്ച് ചെയ്ത് റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്ത കേസാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയാണത് സ്വിച്ച് ഓൺ ആവുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, അത് A മനസ്സിലായി, ഇൻഡ്യൂസറാണ്. ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബീറ്റ ഗലാക്ടോസിഡൈസ് എന്ന എൻസൈമാണ് അല്ലേ. അതായത് ബീറ്റ ഗലാക്ടോസിഡൈസ് എന്ന എൻസൈം ആണ് ആ കാണുന്ന ബി. അതാണ് ബി ഇസ് ദ എൻസൈം എന്ന് പറയുന്നത്. ദാറ്റ് എൻസൈം വിൽ മെറ്റബോളൈസ് ഗ്ലൂക്കോസ് ആണോ, ഗ്ലൂക്കോസിനെ അല്ലത് മെറ്റബോളൈസ് ചെയ്യുന്നത്, അത് ലാക്ടോസ് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്ന എൻസൈമാണത്. ബീറ്റ ഗാലക്ടോസൈഡ്, ലാക്ടോസ്, ഗാലക്ടോസൈഡ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ്. അപ്പോൾ ആ ലാക്ടോസിന് മേലെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബീറ്റ ഗാലക്ടോസിഡൈസ് എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് അല്ല. അതുകൊണ്ട് അതും തെറ്റാണ്. Some amount of C will be present in the cell even if lactose is absent. C എന്താണെന്ന് നിങ്ങൾക്കറിയാം. What is C? C is the permease ആണ്. C എന്ന് പറഞ്ഞാൽ permease ആണ്. അപ്പോൾ നമ്മളെ ചോദ്യം, some amount of C will be present in the cell even if lactose is absent. അത് ശരിയാണ്. ലാക്ടോസിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്നതാണ് ഈ പെർമിയേസ്. അപ്പോൾ കുറഞ്ഞ എമൗണ്ട് ഈ ഒരു പെർമിയേസ് അതിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ലാക്ടോസ് മോളിക്യൂൾ വന്നാൽ അതിൻ്റെ പെർമിയബിലിറ്റി ഉണ്ടാവുള്ളൂ, അതിൽ അതിനെ അബ്സോർബ് ചെയ്യാം, അതിനെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരളവിൽ ലാക്ടോസ് ആണ് ഇവിടുത്തെ എനർജി സോഴ്സ്. ആ ലാക്ടോസ് അതിനകത്ത് കയറി വരണമെങ്കിൽ എന്ത് വേണം, പെർമിയബിലിറ്റി കൂടണം. അതിന് അല്പം എന്ത് വേണം, അതാണ് നമ്മൾ പറഞ്ഞത്, പെർമിയേസ് ചെറിയ അളവിൽ എപ്പോഴും ലാക് ഓപ്പറോണിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. പിന്നെ ദ ആബ്സെൻസ് ഓഫ് ഡി
വിൽ സ്റ്റോപ്പ് ദ ലാക്ടോസ് ഫ്രം എൻറ്ററിങ് ദ സെൽ. തെറ്റല്ലേ? ഡി എന്താ? ട്രാൻസ് അസിറ്റിലേസ് ആണ്. ട്രാൻസ് അസിറ്റിലേസ് ആണ് അല്ലേ? അതല്ല, പെർമിയേസ് ആണ്. അതായത് സി ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പെർമിയബിലിറ്റി എൻറ്ററിങ് ദ സെല്ലിന് സഹായിക്കുന്നത്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഏത് മാത്രമാണ് ഇതിൽ ശരിയുള്ളത്? സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 160. ഓക്കെ, നമുക്കിത് അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ NCERT മോളിക്കുലാർ ബേസിസിലെ പേജ് നമ്പർ 116, പേജ് നമ്പർ 117 ഈ രണ്ട് ഭാഗത്തും കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്തത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഓരോന്നും എന്താണെന്ന് കാണാം. ഞാൻ ആ എ എന്ന് എടുത്തിരിക്കുന്ന ഇൻഡ്യൂസർ, ബി എന്നുള്ളിടത്ത് ബീറ്റാ ഗാലക്ടോസിഡേസ്, സി എന്നുള്ളത് പെർമിയേഴ്സ്, ഡി എന്നുള്ളത് ട്രാൻസ് അസിറ്റിലേസ്. അത് മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു കാര്യം കാണാം. ഇവിടെ വായിച്ചു നോക്കൂ നിങ്ങൾ. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രിഫേർഡ് കാർബൺ സോഴ്സ് സച്ച് ആസ് ഗ്ലൂക്കോസ്, if lactose is provided in the growth medium of bacteria, the lactose is transported into the cell through the action of permease. പെർമിയേസിന്റെ ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലാക്ടോസ് ഉള്ളിൽ കയറുള്ളൂ. അപ്പോൾ റിമെമ്പർ, വെരി ലോ ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ലാക്ടോപ്രോൺ ഹാസ് ടു ബി പ്രസന്റ് ദ സെൽ ഓൾ ദ ടൈം. ചെറിയൊരളവിൽ, അത് ലാക്ടോസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലാക്ടോപ്രോൺ ചെറിയൊരളവിൽ നമ്മളെ ശരീരത്തിൽ, ഇവരുടെ ശരീരത്തിൽ നടക്കണം. എന്തിനു വേണ്ടിയിട്ടാണത്? അതർവൈസ് ലാക്ടോസ് കനോട്ട് എൻ്റർ ദ സെൽ. അല്ലെങ്കിൽ ലാക്ടോസിന് ഉള്ളിൽ കടക്കാൻ പറ്റില്ല. അപ്പം ലാക്ടോസ് ഉള്ളിൽ കടക്കണമെങ്കിൽ ചെറിയ അളവിൽ പെർമിയസിൻ്റെ ആവശ്യമുണ്ട്. പെർമിയബിലിറ്റി കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രകാരം നമുക്ക് 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 163 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ അത്രയൊരു ലോ ലെവലിലെ ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് കറക്റ്റ് ഉത്തരം കിട്ടുക. പക്ഷേ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒന്നും NCERT വിട്ടിട്ടുള്ള ക്വസ്റ്റ്യനും അല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 163 ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 161 എടുക്കാം. എ മാൻ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് ബി. ഇതും അതേപോലെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ അശ്രദ്ധ നിങ്ങളെ നെഗറ്റീവിലേക്ക് 5 മാർക്ക് കുറയ്ക്കുന്നതിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ മാൻ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് ബി whose father is with blood group O marries a woman with blood group AB. കാര്യം സിമ്പിളാ. ഒരു ഫാദറിന് ബി ഗ്രൂപ്പാണ്, പക്ഷെ ആ ഫാദറിൻ്റെ ഫാദർ O ഗ്രൂപ്പാണ്. അവരൊരു AB എന്ന ഒരു സ്ത്രീ, AB ഗ്രൂപ്പുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് പേഴ്സൺ ഓഫ് ചിൽഡ്രൻ വുഡ് ഹാവ് ബ്ലഡ് ഗ്രൂപ്പ് എ എന്നാണ്. അതിൽ എത്ര പെർസെൻറ്റേജ് കുട്ടികൾക്ക് എ ഗ്രൂപ്പ് ഉണ്ടാവും? ബി ഗ്രൂപ്പാണ് ഫാദർ, അവരുടെ ഫാദർ O ഗ്രൂപ്പാണ്. പക്ഷേ എന്താ പറയുന്നത്? ഇവരുടെ മദർ AB ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് എന്തുണ്ടാവും? കുട്ടികൾ എ ഗ്രൂപ്പ് ഉണ്ടാവും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. അത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ശ്രദ്ധിക്കുക, ഇതാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി കോപ്പി ചെയ്താണ്. എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇതിനകത്ത് എവറിത്തിങ് ഈസ് എക്സ്പ്ലെയിൻ ഹിയർ. ഇപ്പോൾ ഈ മാൻ ബി ഗ്രൂപ്പാണ്. ബി ഗ്രൂപ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കാം? ഇയാൾ ബി ഗ്രൂപ്പ് ആവുമ്പോൾ ഒന്നുകിൽ IB ആവാം, അല്ലെങ്കിൽ IB സ്മോൾ ലെറ്റർ I ആവാം. ഇത് രണ്ടും ബി ഗ്രൂപ്പിനെ കാണിക്കുന്ന കോമ്പിനേഷനാണ് അല്ലേ? ജീനോ ടൈപ്പാണ്. IBയും ബി ഗ്രൂപ്പാണ്. I സ്മോൾ ലെറ്റർ Iയും എന്താണ്? ഈ രണ്ട് ജീനോടൈം ബി ഗ്രൂപ്പാണ്. ഇതിൽ രണ്ടിലേതുമാവാം. പക്ഷേ ഇയാളുടെ ഫാദർ O ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? I ആണ്, സ്മോൾ ലെറ്റർ I ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മളൊരു ബ്ലഡ് ഗ്രൂപ്പിൽ ഒരലിയിൽ ഫാദറിൻ്റെ അടുത്തുനിന്നും ഒരലിയിൽ മദറിൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. ഫാദറിൻ്റെ 2 അലീൽസും സ്മോൾ ലെറ്റർ I ആണ് ഇവിടെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ 2 Iയും സ്മോൾ ലെറ്റർ, രണ്ടും സ്മോൾ ലെറ്റർ I ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ രണ്ടും സ്മോൾ ലെറ്റർ I ആണെങ്കിൽ ഒരു കാരണവശാലും ക്യാപിറ്റൽ B വരില്ലല്ലോ. മദറിൻ്റെ അടുത്തുനിന്ന് വരുന്നത് ക്യാപിറ്റൽ B ആണെങ്കിലും ഫാദറിൻ്റെ അടുത്ത് വരുന്നത് സ്മോൾ ലെറ്റർ I അല്ലേ വരേണ്ടത്? IB ആണ് വരുന്നത്. ക്യാപിറ്റൽ B മീൻസ് IB ആണ് വരുന്നത്. ക്യാപിറ്റൽ IB ആണ് വരുന്നതെങ്കിലും ഫാദറിൻ്റെ അടുത്തുനിന്ന് സ്മോൾ ലെറ്റർ I വരുള്ളൂ. അപ്പോൾ വരാൻ സാധ്യതയുള്ള എന്ത് മാത്രമാണ്? ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് ആർക്കുള്ള. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? കാരണം ഇയാളുടെ ഫാദർ O ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രം ഇയാൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്താ? ഹെട്രോസൈഗസ് B ആണ്. IB സ്മോൾ ലെറ്റർ I ആണ്.
അവരാണ് ആരെ കല്യാണം കഴിക്കുന്നത്? AB ഗ്രൂപ്പുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. അവരുടെ ഇതെന്ത് വരും? IB വരും അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും കോമ്പിനേഷൻ? ഈ കോമ്പിനേഷനിൽ ഒരാൾ കിട്ടുന്നത് IA ആണ്, അല്ല IB ആണ്, അത് AB ഗ്രൂപ്പാണ്. രണ്ടാമത് കിട്ടുന്നത് IB ആണ്, അത് B ഗ്രൂപ്പാണ്. മൂന്നാമത് കിട്ടുന്നത് IA സ്മോൾ ലെറ്റർ I ആണ്, അത് A ഗ്രൂപ്പാണ്. പിന്നെ കിട്ടുന്നത് IB സ്മോൾ ലെറ്റർ I ആണ്, B ഗ്രൂപ്പാണ്. അപ്പോൾ എത്ര B ഗ്രൂപ്പ്? ഒരു AB ഗ്രൂപ്പ്, 2 B ഗ്രൂപ്പ്, ഒരു A ഗ്രൂപ്പ്. അപ്പോൾ ടോട്ടൽ 4 എണ്ണത്തിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ 25. AB ഗ്രൂപ്പ് 25%, B ഗ്രൂപ്പ് 25 + 25 50%, A ഗ്രൂപ്പ് 25%. So the answer is 25%. For question number 161, 3 is the right answer. Clear ആണല്ലോ മക്കളെ? Question number 162 എടുക്കാം. Read all statement carefully and identify the number of correct ones. കൃത്യമായിട്ട് കറക്റ്റ് ഏതാന്ന് പറയണം. കറക്റ്റ് വൺസ് ആണ് ചോദിച്ചത്. ഓക്കെ. ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ് an organized network of point to point connection for quick coordination. നമ്മൾ നെർവസ് സിസ്റ്റം ന്യൂറൽ കൺട്രോൾ പഠിച്ചതാണ്. ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഒന്ന് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഫോർ ഫാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം സ്ലോ ആക്ടിങ് ആണ് വിത്ത് ഹെൽപ്പ് ഓഫ് കെമിക്കൽസ് കോൾഡ് ഹോർമോൺ എന്ന് പഠിച്ചതാണ്. അടുത്തത് ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് എ കെമിക്കൽ സിനാപ്സിസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ഇലക്ട്രിക്കൽ സിനാപ്സ്. തെറ്റല്ലേ? അതായത് കെമിക്കൽ എന്തിലാണ് കൂടുതൽ? ഇലക്ട്രിക്കൽ അല്ലേ? ഇലക്ട്രിക്കൽ സിനാപ്സിൽ സ്പീഡ് എന്തായിരിക്കും? കെമിക്കൽസിന് സ്പീഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സിനാപ്സിൽ കൂടുതലായിരിക്കും കെമിക്കൽ സിനാപ്സിനേക്കാളും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. കെമിക്കലിൽ കൂടുതൽ എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. സെറിബ്രൽ അക്വഡേറ്റ് പാസ് ത്രൂ മിഡ് ബ്രെയിൻ. സെറിബ്രൽ അക്വഡേറ്റ് ഈസ് എ ട്യൂബ് വിച്ച് പാസ് ത്രൂ ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ കാണുന്ന ഒരു കനാലിൻ്റെ പേരാണ് സെറിബ്രൽ അക്വഡക്റ്റ്, ഐറ്റർ ഓർ എന്താ പറയുക, നമ്മൾ അക്വഡക്റ്റ് ഓഫ് സിൽവിയസ് എന്നൊക്കെ പറയും. നമ്മൾ NCERTയിൽ സെറിബ്രൽ അക്വഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഈ സെറിബ്രൽ അക്വഡക്റ്റ് മിഡ് ബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നു. പിന്നെ കോർപ്പറ ക്വാഡ്രിജെമിന 4 റൗണ്ട് സ്വെല്ലിംഗ് ഉണ്ട് മിഡ് ബ്രെയിനിൽ. അത് ശരിയാണ്. ദ ഹൈപ്പോതലാമസ് കണ്ടെയ്ൻസ് സെന്റേഴ്സ് ദാറ്റ് കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. ശരിയോ തെറ്റോ? ഹൈപ്പോതലാമസിലല്ല ഇതുള്ളത്, മെഡുല്ല ഒബ്ലോങ്കറ്റയിലാണ്. മെഡുല്ലോ ഒബ്ലോങ്കറ്റ കണ്ടെയ്ൻ സെന്റേഴ്സ് ഓഫ് കാർഡിയോവാസ്കുലാർ റിഫ്ലെക്സ്, റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ, കഫ് സെന്റേഴ്സ്, വൊമിറ്റിംഗ് സെന്റേഴ്സ് ഒക്കെ മെഡുല്ല ഒബ്ലോങ്കറ്റയിലാണ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ ബാലൻസിങ്, അതുപോലെ ഹംഗ്രി, അതുപോലെ തേഴ്സ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ, സെക്ഷൽ ഫീലിംഗ് അലോങ് വിത്ത് ലിംബിക് സിസ്റ്റം, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ അവർ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. എത്രണ്ണം നമ്മളോട് ചോദിച്ചതിന് കറക്റ്റ് വൺസ് എത്രണ്ണം ശരിയുണ്ട്? 2 എണ്ണം ശരിയുണ്ട്. സോ 2 is the right answer for question number 162. 163 എടുക്കാം. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ? ഇൻസുലിൻ്റെ ആക്ഷൻ ഏതാണ്? ഇത് നിങ്ങളെ കോമൺ സെൻസിൽ കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ കൂടുതലിൻ്റെ ഒരാവശ്യമില്ല, കാരണം വളരെ സിമ്പിളാണ് ചോദ്യം. എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസുലിൻ ഈസ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്, അല്ലേ? ശരിയല്ലേ? ഹൈപ്പോഗ്ലൈസീമിക് ആണ്, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തെറ്റാണ്, അല്ലേ? ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തെറ്റാണ്, ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തെറ്റാണ്. അപ്പോൾ തന്നെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡിക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബൈ ഫോമിങ് ഗ്ലൈക്കോജൻ. എക്സസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സിൽ വർക്ക് ചെയ്യും. അവിടെ നിന്ന് ബ്ലഡിലുള്ള അതിൻ്റെ അപ്ടേക്ക്, ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്ക് കൂട്ടും, യൂട്ടിലൈസേഷൻ കൂട്ടും. ബ്ലഡിലുള്ള എന്തിൻ്റെ അളവ്? ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് ഇൻസുലിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന്
പറയുന്നു എന്ന കാര്യം നിങ്ങൾ NCERT ടെസ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ. പേജ് നമ്പർ 337 338 നിങ്ങൾക്ക് കാണാം. ഇൻസുലിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ വിച്ച് എ മേജർ റോൾ ഇൻ ദ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇൻസുലിൻ ആക്ട് ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വായിച്ചു തരുന്നത്. ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യും? എൻഹാൻസ്, കൂട്ടുകയാണ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. അതിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നു. അപ്പോൾ അതിനെ ഹൈപ്പോഗ്ലൈസീമിക് എന്ന് പറയും. മാത്രമല്ല എക്സസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയത് മാറ്റും. അപ്പോൾ ഗ്ലൈക്കോജനസിസിന് അത് സഹായിക്കും. ഓക്കെ, സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 163 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 164 എടുക്കാം. മാർക്ക് ദ കറക്റ്റ് മാച്ച്. ഇതിലേതാണ്? ഇൻകറക്റ്റ് മാച്ച് ആണ്, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. സെറിബ്രൽ അക്വഡക്റ്റ് ഈസ് എ കനാൽ ദാറ്റ് പാസ് ത്രൂ ദ മിഡ് ബ്രെയിൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ സെറിബ്രൽ അക്വഡക്റ്റ്. കോർപ്പസ് കലോസം, thick band of nerve fiber that divide the cerebral hemisphere. Divide അല്ല, തെറ്റാണ്, കണക്റ്റ് ആണ്. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന നെർവ് ട്രാക്റ്റിൻ്റെ പേരാണ് കോർപ്പസ് കലോസം. അല്ലാതെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പേരല്ല, അത് തെറ്റാണ്. ലിംബിക് സിസ്റ്റം, ഇന്നർ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ ഇൻവോൾവ് ഇൻ റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, ഇവരും അലോങ് വിത്ത് ഹൈപ്പോതലാമസ് നമ്മുടെ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ പോൺസ് വെറോളി, എന്താണ് ചോദ്യം? കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ക് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. അതും നമ്മൾ ബ്രെയിനിൽ പഠിച്ചതാണ്, പോൺസിൽ ഹൈൻ ബ്രെയിനിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് എന്ന് മനസ്സിലായല്ലോ? ആ രണ്ടെണ്ണം തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഡിവൈഡ് ചെയ്യുന്നതല്ല. For question number 164, 2 is the right answer. Question number 165 എടുക്കാം. എപ്പിനെഫ്രിൻ. എന്താണ് എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ? എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ്. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. ഈ അഡ്രിനാലിൻ എന്താ? റിലീസ്ഡ് ബൈ സിമ്പതറ്റിക് ഫൈബേഴ്സ്. ഇതൊരു ഇത്തിരി ഒന്ന് നമ്മൾ NCERT ഡീവിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് റിലീസ്ഡ് ബൈ സിമ്പതറ്റിക് ഫൈബേഴ്സ്. സിമ്പതറ്റിക് സിസ്റ്റത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, മെയിൻ കമ്പോണൻ്റ് ആണ് അഡ്രിനാലിൻ. അതുകൊണ്ടാണ് അഡ്രിനാലിനെ സിമ്പതറ്റിൻ എന്നൊരു വാക്ക് കൂടെ ഉപയോഗിക്കുന്നത്. എപ്പിനെഫ്രിൻ കൂടാതെ അഡ്രിനാലിനെ സിമ്പതറ്റിൻ എന്നും പറയാറുണ്ട്. കാരണം അത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ റിലീസ്ഡ് ബൈ സിമ്പതറ്റിക് ഫൈബേഴ്സ് അഡ്രിനാലിൻ ശരിയാണ്. റിലീസ്ഡ് ബൈ പാരാസിമ്പതറ്റിക് ഫൈബേഴ്സ് അല്ല, അത് അസിറ്റൈൽ കൊളൈൻ ആണ്. പിന്നെ ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ശരിയല്ലേ? നമ്മുടെ ഇത് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് കാർഡിയക് ഔട്ട്പുട്ടൊക്കെ കൂട്ടുന്നു, നമ്മൾ പഠിച്ചു. പിന്നെ ഡിക്രീസ് ദ ബ്ലഡ് പ്രഷർ ആണോ? അല്ല, ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയല്ല ചെയ്യുക, ഇത് ബ്ലഡ് പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ അഡ്രിനാലിൻ്റെ ആക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പേടിച്ചാൽ മതി. നിങ്ങൾ പരീക്ഷ സമയത്ത് ഹാളിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം, അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഡിക്രീസ് എന്നുള്ളത് തെറ്റാണ്. വിച്ച് ഓഫ് ദ അബവ് സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? A and C. സോ ബോത്ത് A and C, 1 and 1 ഈസ് ദ റൈറ്റ് ആൻസർ. എയും ശരിയാണ്, സിയും ശരിയാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 165, 1 ഈസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? പാരാസിമ്പതറ്റിക് ഫൈബേഴ്സ് അല്ല ഇത് റിലീസ് ചെയ്യുന്നത്, അതുപോലെ ബ്ലഡ് പ്രഷർ കൂട്ടുകയാണ്, കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 165. ക്വസ്റ്റ്യൻ നമ്പർ 166 എടുക്കാം. ഐഡന്റിഫൈ ദ ഓപ്ഷൻ വേർ ദ നെയിംസ് ഓഫ് സയന്റിസ്റ്റ് ഗിവൺ ഇൻ കോളം 1 നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദർ കോൺട്രിബ്യൂഷൻ ഇൻ സയൻസ് ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സിൽ ഇവരുടെ സംഭാവന 1 ഉം 2 ഇതിലേതാണ് നമ്മളോട് ചോദിച്ചത്? നോട്ട് കറക്റ്റ്ലി എന്നാണ്. അപ്പോൾ കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചത്. ഡിവ്രീസ്, കോറൻസ് ആൻഡ് ഷെർമാർക്ക്. ഡിവ്രീസ്, കോറൻസ് ആൻഡ് ഷെർമാർക്ക് ഡിസ്പ്രൂവ്ഡ് മെന്റൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണോ? ഇവരാണ് റീഡിസ്കവർ ചെയ്തത്. മെന്റേലിയൻ പ്രിൻസിപ്പിൾസിനെ റീഡിസ്കവർ ചെയ്ത ആൾക്കാരാണ് ഇവർ. ആഫ്റ്റർ 1900 ഇൻഡിപെൻഡൻ്റ് 3 രാജ്യത്തിരുന്നു കൊണ്ട്, അത് ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ് ആൻഡ് വോൺ ഷെർമാർക്ക്, ഇവർ 3 പേരും അതായത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു മെന്റേലിയൻ കോൺസെപ്റ്റ് ശരിയാണെന്ന് തെളിയിച്ച ആൾക്കാരാണ്. ഓക്കെ, റീഡിസ്കവേർഡ് ആണ്, അത് തെറ്റാണ്. അപ്പം സട്ടൺ ആൻഡ് ബോവറി ഗേവ് ദ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. യെസ്, ശരിയാണ്.
അല്ലേ? പിന്നെ ആൽഫ്രഡ് സ്റ്റാഡ്വെന്റ് ആരാ? ഡെവലപ്പ് ദ ഫസ്റ്റ് ജനറ്റിക് മാപ്പിംഗ് കണ്ടുപിടിച്ച ആളാണ്. ഇസ് എ സ്റ്റുഡൻറ് ഓഫ് TH മോർഗാൻ. ഓക്കെ. പിന്നെ TH മോർഗാൻ ആരാ? ഡിസ്കവറി ഓഫ് ദ വൈറ്റ് ഐഡ് മ്യൂട്ടേഷൻ ഇൻ ഫ്രൂട്ട് ഫ്ലൈ. പലപ്പോഴും മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:3:1 വന്നു എന്ന് മെൻഡൽ പറഞ്ഞപ്പോൾ പല എക്സ് റിലാക്റ്റഡ് ആയിരിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈയിൽ പരീക്ഷണം നടത്തിയ സെക്സ് റിലേറ്റഡ് ആയിരിക്കുന്ന പല ഡൈഹൈബ്രിഡ് ക്രോസിലും ഈ റേഷ്യോയിന് വ്യത്യാസം വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുകയും ലിങ്കേജ് റീകോമ്പിനേഷൻ ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്ത ആളാണ് TH മോർഗാൻ. TH മോർഗാൻ വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് ആണ്. അതും ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 166 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 167 എടുക്കാം. എ ഹെട്രോസൈഗസ് ഫീമെയിൽ ഫോർ സിക്കിൾ സെൽ അനീമിയ, അതായത് നമ്മൾ പറയുന്നു HbA HbS ആണ്. ഇങ്ങനെ 3 കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഒന്ന് HbA HbA, ദിസ് ഈസ് നോർമൽ അല്ലേ? ഇത് നോർമലാണ്. അടുത്തത് HbA HbS, ഇത് കാരിയർ ആണ്. ഓക്കെ. അടുത്തത് HbS HbS, ഇതാരാ? ഇത് ഡിസീസ്ഡ് ആണ്. അപ്പോൾ ഡിസീസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? രണ്ടും HbS ആവണം, 2 മ്യൂട്ടേറ്റഡ് ആവണം. അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ക്യാരക്ടറിൽ 50% ഫാദറും മദറുമാണ് വരിക. അങ്ങനെ വരുമ്പോൾ HbS മാത്രമേ ഡിസീസ് ആവുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ കുഞ്ഞ് രോഗിയാവണമെങ്കിൽ നോർമലായ ഫാദറോ മദറോ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നോർമലായ ഫാദർ എന്ന് പറയുമ്പോൾ മദർ HbA ആണ്. അറ്റ്ലീസ്റ്റ് അവർ ആരാവണം? ഒരു കാരിയറെങ്കിലും ആവണം. അറ്റ്ലീസ്റ്റ് കാരിയർ ആവണം, അല്ലെങ്കിൽ ഡിസീസ്ഡ് ആവണം, 2 പേരും. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇവർക്ക് രോഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ട്രാൻസ്മിറ്റ് ദ ട്രൈറ്റ് ടു യുവർ സൺ ഓൺലി. സൺ ഓൺലി ഉള്ളത് തെറ്റാണ്. കാരണം ഇത് ഫീമെയിൽ ആണെങ്കിലും അതിപ്പോൾ സെക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ ഓക്കെയാണ്. ക്രോസ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യും. ഫാദർ എടുത്തുനിന്ന് മകൾക്ക്, മകൾ എടുത്തുനിന്ന് മകന് ക്രോസ് ഇൻഹെറിറ്റൻസ് ആണ്. അത് സെക്സ് ലിങ്ക്ഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അത് ഓട്ടോസോമലാണ്. ഇവിടെ മെയിലും ഫീമെയിലും കാരിയർ ആവാം. സെക്സ് ലിങ്ക്ഡിൽ ഓൺലി ഫീമെയിലേ കാരിയർ ആവും. അപ്പോൾ അത് സണ്ണിന് മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം സൺ ഓർ ഡോട്ടർ. 2 ഹാസ് 50% പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ മ്യൂട്ടൻ ജീൻ ടു ദ പ്രോജനി. അത് ശരിയല്ലേ? 50% ചാൻസ് ഉണ്ട്. ഇവരാരാ? കാരിയറാണ്. കാരിയർ ആണെങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? കാരിയർ ആണെങ്കിൽ അതിൽ 50% ചാൻസ് മാത്രമേ ഉള്ളൂ. 100% ആണ് അവർ ഡിസീസ്ഡ് ആവണം. പിന്നെ അടുത്തത് ഇറ്റ്സ് കൺസിഡർ ഡിസീസ് ആൻഡ് ഡൈ ബിഫോർ മാച്യൂരിറ്റി ആണോ? അത് ഒരു ഡിസീസ് ഡൈ ബിഫോർ മാച്യൂരിറ്റി ഒന്നും അല്ല. ഈസ് നോർമൽ ആൻഡ് ഡസ് നോട്ട് പാസ് ദ ട്രൈറ്റ് ഫോർ സിക്കിൾ അനീമിയ ടു അവർ പ്രോജനി. അതും തെറ്റാണ്. ഇവർ കാരിയർ ആണെങ്കിൽ അവരിൽ 50% രോഗം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ നോർമലാണ് എന്ന് പറയുന്നതും നോർമലാണ്, പക്ഷെ അവരുടെ പ്രോജനിക്ക് ഇത് കൊടുക്കും. അപ്പം അത് തെറ്റാണ്. അപ്പോൾ എന്താ ഉള്ളത്? ശരി, ആകെ നമുക്ക് 50% പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദ മ്യൂട്ടൻ ജീൻ ടു ദ പ്രോജനി എന്നുള്ളതാണ് ഉത്തരം വരേണ്ടത്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 167 2 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ സിക്കിൾ സെൽ അനീമിയ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ പേജ് നമ്പർ 90 സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ പഴയ ബുക്കിൽ കാണാം. എന്താ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വായിച്ചു നോക്കൂ. ഹെട്രോസൈഗസ് HbA HbS ഇൻഡിവിജ്വൽ അപ്പിയേഴ്സ് അപ്പാരൻ്റ്ലി അൺഎഫക്റ്റഡ്. അവർക്ക് രോഗം നോർമലായിട്ട് ഉണ്ടാവില്ല, അതാണ് അൺഎഫക്റ്റഡ്. ബട്ട് ദേ ആർ കാരിയേഴ്സ് ഓഫ് ദ ഡിസീസ് ആസ് there is 50% probability of transmission of the mutant gene to the progeny. ഓക്കെ. അപ്പോൾ അതായത് ഈ ഒരു പോയിന്റ് നിങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്തുത്തരം പറയാം? 2 is the right answer for question number 167. ഇനി question number 168 എടുക്കാം. Which of the following is not true regarding phenylketonuria? Another question coming from principles of inheritance, especially disease part. എന്താ നോക്കൂ, നമ്മളെ ഫിനൈൽ കീറ്റോൺ യൂറിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഉത്തരം നോക്കാം നമുക്ക്. നോട്ട് ട്രൂ ആടാ ചോദിച്ചത്, ട്രൂ അല്ല. അതായത് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ആസ് എൻ
ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ. ഇതൊരു ഓട്ടോസോമലുമാണ് റിസസീവുമാണ്. ശരിയാണ്. ദ എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് ആൻ എൻസൈം ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. അതും ശരിയാണ്. ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം മ്യൂട്ടേറ്റഡ് ആവുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുന്നത്. അതും അറിയാം. പിന്നെ അടുത്തത്, ദി എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് ദ കേപ്പബിലിറ്റി ഓഫ് കൺവേർട്ടിങ് ടൈറോസിൻ ഇൻറ്റു ഫിനൈൽ അലനിൻ. പെട്ടെന്ന് കേട്ടാൽ നമുക്കിത് ശരിയാണെന്ന് തോന്നും, പക്ഷേ ഇത് തെറ്റാണ്. ടൈറോസിൻ ഇൻറ്റു ഫിനൈൽ അലനിൻ അല്ല. എന്താ? ഫിനൈൽ അലനിൻ ഇൻറ്റു ടൈറോസിൻ എന്നാണ് വേണ്ടത്. നോർമലായ ഒരു ആളിലെ ഫിനൈൽ അലനിൻ ടൈറോസിനാക്കി മാറ്റുന്ന എൻസൈമാണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. അല്ലാതെ ടൈറോസിനെ ഫിനൈൽ അലനിനാക്കി മാറ്റുന്നതല്ല. തിരിച്ചിട്ടാണ് തന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ഹെയർ ആൻഡ് സ്കിൻ പിഗ്മെന്റേഷൻ. അത് ശരിയാണ് അല്ലേ? ഇതൊരു പ്ലിയോട്രോപ്പിക് ജീനാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റും എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 168 എന്താണ് ചോദിച്ചത്? നോട്ട് ട്രൂ. സോ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? 3 ഈസ് ദ റൈറ്റ് ആൻസർ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് 3 ആണ്. അതാണ് ശരി ഉത്തരം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 168, 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 169, ഐഡന്റിഫൈ ദ ഹോർമോൺ വിത്ത് ഇസ് കറക്റ്റ് മാച്ചിങ് സോഴ്സ് ആൻഡ് ഫങ്ഷൻ ആണ് ചോദിച്ചത്. ഓക്സിറ്റോസിൻ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ശരിയാണ്. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ്. ഹൈപ്പോതലാമിയൻ ഹോർമോൺ ആണെങ്കിലും സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, പാർസ് നെർവോസ. അത് ശരിയാണ്. ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെമ്മറി ഗ്ലാൻഡ് ആണോ ഓക്സിറ്റോസിൻ്റെ ജോലി? അല്ല. മെലാറ്റോണിൻ പൈനിയൽ ഗ്ലാൻഡ്. മെലാറ്റോണിൻ പൈനിയൽ ഗ്ലാൻഡ് ആണ്. റെഗുലേറ്റ് ദ നോർമൽ റിതം ഓഫ് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ. എല്ലാം ശരിയാണ് അവിടെ. കാരണം അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നതിനെ പറയുന്നത്. അടുത്തത് പ്രൊജസ്ട്രോൺ, കോർപ്പസ് ലൂട്ടിയം. ശരിയാണ്. സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ആക്റ്റീവ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ല. അത് പ്രൊജസ്ട്രോൺ അല്ല, ഈസ്ട്രോജൻ ആണ്. അപ്പം അതും തെറ്റാണ്. ആട്രിയൽ നെട്രിയുറേറ്റിക് ഫാക്ടർ ANF എന്ന് പറയും. അത് എന്താ? ഈസ് വെൻട്രിക്കുലാർ വോൾ അല്ല. വെൻട്രിക്കുലാർ വോൾ അല്ല, ആട്രിയൽ വോളാണ്. ആട്രിയൽ നെട്രിയുറേറ്റിക് ഫാക്ടർ ആട്രിയൽ വോളാണ്. സോഡിയത്തിൻ്റെ അളവിൽ കുറയ്ക്കുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? നെട്രിയുറേറ്റിക് എന്ന് പറയുന്നത്. സോഡിയം, നാട്രിയം. ഓക്കെ. അപ്പോൾ ആട്രിയൽ നെട്രിയുറേറ്റിക് ഫാക്ടർ അതാണ് ANF. അപ്പോൾ ആട്രിയമാണ് ഇവിടെ വെൻട്രിക്കിൾ എന്നുള്ളത്. തെറ്റാണ്. ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ അല്ല, അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയാണ്. വാസോ ഡയലേഷൻ വഴി ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം ശരിയായത് ഇതിൽ ഏതാണ്? മെലാറ്റോണിൻ. ബാക്കി എല്ലാത്തിൽ ഓരോന്നും തെറ്റുണ്ട്. സോ മെലാറ്റോണിൻ ഈസ് ദ കുറേ ഇത് വന്നിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? അതായത് എല്ലാം ഒരു സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മായ്ച്ചിട്ട് വേറെ കളറിൽ കാണിച്ചു തരാം. ഇതാ ഇതും ശരിയാണ്. അതുപോലെ അടുത്തതോ? ഇതും ശരിയാണ്. പിന്നെ ബാക്കിയൊക്കെ തെറ്റായത്. അപ്പം അതുകൊണ്ട് എന്ത് മാത്രമേ ഉള്ളൂ? 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 169 അല്ലേ? 170 എടുക്കാം. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? 169 2 വരാൻ കാരണം മനസ്സിലായല്ലോ. 170 എടുക്കൂ. ആഫ്റ്റർ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങളോട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആഫ്റ്റർ ആഡിങ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ആൻഡ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ആൻഡ് ഇഫ് വി സബ്സ്ട്രാക്ട് ദ റെസിഡ്യുവൽ വോളിയം ദെൻ വി ഒബ്റ്റെയിൻ. അതായത് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയും ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം അതിൽ നിന്ന് റെസിഡ്യുവൽ കപ്പാസിറ്റി, റെസിഡ്യുവൽ വോളിയം എന്ത് ചെയ്യുന്നു? നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ? റെസിഡ്യുവൽ കപ്പാസിറ്റി റെസിഡ്യുവൽ വോളിയമാണ്. റെസിഡ്യുവൽ വോളിയം നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ഉത്തരം? അത് ഫങ്ഷണൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സബ്സ്ട്രാക്ട് റെസിഡ്യുവൽ വോളിയം തന്നെയാണ്. കറക്റ്റാണ്. ഇത് റെസിഡ്യുവൽ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ആഡ് ചെയ്തിട്ട് റെസിഡ്യുവൽ വോളിയമാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കിട്ടാണ് ചോദ്യം. ഇത് നോക്കൂ. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി IC, ഫങ്ഷണൽ റിസർവ് വോളിയം റിസർവ് അല്ലേ? റിസർവ് കപ്പാസിറ്റി എന്താണ്? FRC. പിന്നെ
റെസിഡ്യുവൽ വോളിയം RV. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ചോദിച്ചിരിക്കുന്നത് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റിയും ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയും ആഡ് ചെയ്യുന്നു. IC + FRC. എന്നിട്ട് അതിന് RV മൈനസ് ചെയ്യുന്നു റെസിഡ്യുവൽ വോളിയം. നിങ്ങൾക്കറിയാം IC എന്ന് പറഞ്ഞാൽ എന്താ? IC = TV + IRV ആണ്. അപ്പോൾ IC = TV + IRV. FRC എന്ന് പറഞ്ഞാൽ എന്താ വരിക? ERV + RV ആണ്. അപ്പോൾ TV + IRV + ERV + RV ആയി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൈനസ് RV എന്ന് പറയുമ്പോൾ ഈ RVയും ഈ RVയും പോവും. അപ്പോൾ എന്തുണ്ടാവും? TV + IRV + ERV. TV + IRV + ERV ഈസ് വൈറ്റൽ കപ്പാസിറ്റി VC. അപ്പോൾ എന്ത് ഉത്തരം വരും? വൈറ്റൽ കപ്പാസിറ്റി. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 174 is the right answer. അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 171 എടുക്കാം. ഇതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഈ സംഭവം ഞാനിവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ അങ്ങനെയൊക്കെ എഴുതി വെച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 171 എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു യൂറിൻ ഫോർമേഷൻ ബൈ എൻ അഡൽട്ട് ഹ്യൂമൻ? ഇതിൽ നോട്ട് കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം, തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഹ്യൂമൻ അഡൽട്ട് എക്സ്ക്രീറ്റ് an average of 2 to 2.5 ലിറ്റർ ഓഫ് യൂറിൻ പെർ ഡേ. ഇത് ശരിയല്ലല്ലോ, തെറ്റല്ലേ? 1 to 1.5 ലിറ്റർ ആണ് വേണ്ടത്. 2 to 2.5 ലിറ്റർ തെറ്റാണ്. ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ഫ്ലൂയിഡ് ആണ്. സ്ലൈറ്റ്ലി അസിഡിക് വിത്ത് pH വാല്യൂ 6 ആൻഡ് ആസ് എ ക്യാരക്ടറിസ്റ്റിക് ഒഡോർ. ഒരു പ്രത്യേക സ്മെൽ അതിനുണ്ട്, ശരിയാണ്. 4 times കോൺസ്റ്റന്റ് ആൻഡ് ഇനീഷ്യൽ ഫിൽട്രേറ്റ്. ഇനീഷ്യൽ ഫിൽട്രേറ്റിന് എത്രയാ? ഇനീഷ്യൽ ഫിൽട്രേറ്റ് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. അത് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആയി മാറും. അപ്പോൾ 300 to 1200 4 times കോൺസെൻട്രേറ്റഡ് ആണ്. കോർട്ടക്സിൽ 300 ആണെങ്കിൽ ഇന്നർ മെഡുലയിൽ 1200 ആണ്. 4 ഇരട്ടി കോൺസെൻട്രേറ്റഡ്. ഇതിന് കാരണം നമുക്കറിയാം സോഡിയം ക്ലോറൈഡും യൂറിയ ആണെന്ന് NCERT കൃത്യമായി പറയുന്നുണ്ട്. തെറ്റായത് ഒന്നല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 171 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 172 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മാച്ചസ് കറക്റ്റ്ലി? വിച്ച് ഓഫ് ദ ഫോളോയിങ് മാച്ചസ് കറക്റ്റ്ലി? ഇൻഫീരിയർ വിനക്കാവ. ഇൻഫീരിയർ ലോവർ എന്നല്ലേ അർത്ഥം. റിസീവ് ഡിയോക്സിൻ ബ്ലഡ് ഫ്രം ഹെഡ് ആൻഡ് ബോഡി ആണോ? ഹെഡ് മുകളിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. സുപ്പീരിയർ വിനക്കാവ. വിനക്കാവ എന്തായാലും ഡീഓക്സിജനേറ്റഡ് ആയിരിക്കും. റിസീവ് ഡിയോക്സിനെ ബ്ലഡ് ഫ്രം ലോവർ ബോഡി ആൻഡ് ഓർഗാൻ അല്ല, അപ്പർ ആണ്, സുപ്പീരിയർ. ദെൻ പൾമോണറി ആർട്ടറി. പൾമോണറി ആർട്ടറി ക്യാരി ഡീഓക്സിജൻ ബ്ലഡ് ടു ലങ്സ്. ശരിയാണ്. നമ്മളെ ശരീരത്തിലെ ഒരുവിധം ആർട്ടറികളൊക്കെ പ്യുവർ ബ്ലഡിനെ വഹിക്കുമ്പോൾ പൾമോണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. ആ ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന എങ്ങോട്ടാണ് ക്യാരി ചെയ്യുന്നത്? ടു ദ ലങ്സ്. അപ്പോൾ പൾമോണറി ആർട്ടറി ക്യാരി ഡീഓക്സിജനേറ്റഡ് ഓർ ഇംപ്യൂർ ബ്ലഡ് ടു ലങ്സ്. ശരിയാണ്. ബാക്കി നോക്കാം. ഹെപ്പാറ്റിക് ആർട്ടറി ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഗട്ട്. തെറ്റാണത്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക. ഹെപ്പാറ്റിക് ആർട്ടറി പ്രൊവൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഹെപ്പാറ്റിക് ആർട്ടറി പ്രൊവൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലിവർ വൈൽ ദ പോർട്ടൽ വെയിൻ ബ്രിങ് ഡീഓക്സിജനേറ്റഡ്. ഓക്കെ, ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹെപ്പാറ്റിക് ആർട്ടറിയുടെ ചിത്രം. ഇതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഈ ഹെപ്പാറ്റിക് ആർട്ടറി പ്യുവർ ബ്ലഡിനെ ലിവറിലോട്ട് കൊണ്ടുപോകുന്നു. ഈ ചിത്രം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കോപ്പി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്ത് ഉത്തരം കിട്ടി? പൾമോണറി. ഇതല്ലേ ഉത്തരം വരിക? പൾമോണറി ആർട്ടറി. സോ ക്വസ്റ്റ്യൻ നമ്പർ 172 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 173 നോക്കാം. വിച്ച് ആർ ദ 3 physical barriers the filtrate cross with the renal capsule? അപ്പം ഈ ഏതൊക്കെ ബാരിയേഴ്സിലൂടെയാണ്, ഏതൊക്കെ മെംബ്രെയിനും അതുമായി ബന്ധപ്പെട്ട ഭാഗത്തൂടെയാണ് ഈ ഫിൽട്രേഷൻ നടക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഗ്ലോമറുലാസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ അതിലെ ഫ്ലൂയിഡ് പാർട്ട് ക്യാപ്സുലാർ സ്പേസിലേക്ക് ഇറങ്ങുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ. ആ സമയത്ത് എന്തിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ആ ഫിൽട്രേഷൻ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോമറുലാർ എപ്പിത്തീലിയം, ബേസ്മെന്റ് മെംബ്രെയിൻ ആൻഡ് പോഡോസൈറ്റ് അല്ലേ? അതായത് ഫിൽട്രേഷൻ സ്ലിറ്റ്, പോഡോസൈറ്റിനിടയ്ക്കുള്ള ഫിൽട്രേഷൻ സ്ലിറ്റ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 173
അല്ലേ? പോഡോസൈറ്റ്, പെഡിസെൽസ് ആൻഡ് ഫിൽട്രേഷൻ സ്ലിറ്റ്. ഇതല്ല. കാരണം എന്ത് വേണം? ഗ്ലോമറുലാർ എപ്പിത്തീലിയം വേണം, ബ്ലഡ് വെസൽ വേണം, അല്ലേ? അതേപോലെ തന്നെ ബേസ്മെന്റും വേണം. ഓക്കെ, ദെൻ പോഡോസൈറ്റ്, പെഡിസെൽസ്, ഫിൽട്രേഷൻ സ്ലിറ്റ്, മെക്കുല ഡെൻസ, വാസ്കുലാർ പോൾ അതല്ല, പ്രോക്സിമൽ അതായത് PCT, കണക്റ്റിംഗ് ട്യൂബ്യൂൾ, പാപ്പിലറി ഡക്റ്റ് അല്ല. ഇതും കുറച്ചൊരു NCERT വിട്ടുകൊണ്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഈ കാര്യം NCERT കൊടുത്തിട്ടുണ്ട്. ഗ്ലോമറുലാർ എൻഡോത്തീലിയം, അല്ലെ, ബേസ്മെന്റ് സബ്സ്റ്റൻസ്, പോഡോസൈറ്റ്, അതുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ കോപ്പി ചെയ്തതാണ്. നോക്കൂ, ദ പോഡോസൈറ്റ്സ് ഹാവ് ലോങ് ഫുഡ് പ്രോസസ് കോൾഡ് പെഡിസെൽസ്. അതിന് കാണുന്ന ആ ഫുഡ് പ്രോസസ്സിൻ്റെ പേരാണ് പെഡിസെൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോഡോസൈറ്റ് കാണാം, പെഡിസെൽ കാണാം, അല്ലെ, ബേസ്മെന്റ് മെംബ്രെയിൻ കാണാം, ബ്ലഡ് വെസൽസും കാണാം. അവിടെയാണ് അതിനിടയ്ക്കാണ് എന്തുള്ളത്? ഫിൽട്രേഷൻ നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഈ പെഡിസെൽ എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ലൈഡ് ഞാൻ കോപ്പി ചെയ്തത്. നമ്മൾ NCERT-യിലുള്ളതല്ല. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 173, 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 174 നോക്കൂ. ഗ്ലോമറുല ഫിൽട്രേഷൻ ഈസ് നോട്ട് കൺസേൺഡ് വിത്ത്. ഗ്ലോമറുല ഫിൽട്രേഷനുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഗ്ലോമറുല ഫിൽട്രേഷനുമായി ബന്ധമില്ലാത്ത, നോട്ട് കൺസേൺഡ് വിത്ത്. അൾട്രാ ഫിൽട്രേഷൻ അതുമായി ബന്ധപ്പെട്ടതാണ്. ഒക്കർ ത്രൂ 3 layers. ബൊമാൻസ് ക്യാപ്സ്യൂളിലെ എപ്പിത്തീലിയം, ബേസ്മെന്റ് സബ്സ്റ്റൻസ്, അല്ലെ, എപ്പിത്തീലിയം ഓഫ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ, പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് എൻഡോത്തീലിയം ഓഫ് ദ ബ്ലഡ് വെസൽ ആൻഡ് ബേസ്മെന്റ് സബ്സ്റ്റൻസ്, 3 layers. ശരിയാണ്. ഫിൽട്ടർ ഹാസ് ടു പാസ് ത്രൂ ഫിൽട്രേഷൻ സ്ലിറ്റ് ഓർ സ്ലിറ്റ് പോർ. ഫിൽട്രേഷൻ സ്ലിറ്റ് അഥവാ സ്ലിറ്റ് പോർ പോഡോസൈറ്റിന് ഇടയ്ക്കുള്ള അതിലൂടെയാണ് വരുന്നത്. അതും ശരിയാണ്. ഫിൽട്രേറ്റ് ഫൈനലി റീച്ചസ് ദ ഗ്ലോമറുല കാപ്പിലറി. വരുമോ? ഗ്ലോമറുലസ് എന്നത് ഇങ്ങോട്ട് വരുന്നതാ. ഗ്ലോമറുലസിൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്? ബൊമാൻസ് ക്യാപ്സ്യൂളിലോട്ട് വരുന്നത്. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഇങ്ങോട്ടാണ്, തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഗ്ലോമറുലസിലേക്ക് പിന്നെ ആ ഫിൽട്രേറ്റ് പോകുന്നില്ല. ഫിൽട്രേറ്റ് ഗ്ലോമറുലസിൽ വരുന്ന ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബൊമാൻസ് ക്യാപ്സ്യൂൾ PCT, ലൂപ്പ് ഓഫ് എൻലെ, DCT കലക്റ്റിംഗ് ഡക്റ്റ് വഴി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ 4 is the, നമ്മളോട് നോട്ട് കൺസേൺ ആ ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 174, 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 175 എടുക്കാം. ദ കറക്റ്റ് പാസേജ് ഓഫ് ബ്ലഡ് ഫ്രം റൈറ്റ് ആട്രിയം. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ബ്ലഡിൻ്റെ കറക്റ്റ് മൂവ്മെൻ്റ് ആണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ വരച്ചാൽ, ഇതുപോലെ നമ്മൾ വരയ്ക്കുന്നു വിചാരിക്കുക, ഭംഗിയൊന്നുമില്ല. ഇതാണ് റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് പോകുന്ന ഇംപ്യൂർ ബ്ലഡ്, ഒക്കെ റൈറ്റ് സൈഡ് ഒക്കെ ഇംപ്യൂർ ആയിരിക്കും. ഇത് വെൻട്രിക്കിൾ. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതാണ് പൾമോണറി ആർട്ടറി. ആ പൾമോണറി ആർട്ടറി നേരെ പോകുന്ന എങ്ങോട്ടാണ്? ലങ്സിലോട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ചോദ്യമുണ്ട്, റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ വരുമോ? റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി വെയിൻ ആണോ? അത് തെറ്റല്ലേ. പൾമോണറി വെയിൻ അല്ല. റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി വെയിൻ അല്ല അവിടെ പോകുന്നത്. ഇത് പൾമോണറി ആർട്ടറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി ആർട്ടറി ലങ്സ്. ശരിയാണ്. റൈറ്റ് ആട്രിയം, ഇപ്പോൾ ഞാൻ വരച്ചതൊക്കെ ഉണ്ട്. റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി ആർട്ടറി ലങ്സ്. അപ്പോൾ 2 വരും. റൈറ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ വരില്ലല്ലോ. റൈറ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളും ക്രോസ് ആയി വരില്ല. അപ്പോൾ അത് തെറ്റാണ്. റൈറ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ വീണ്ടും വന്നിട്ട് അത് വരില്ല. അപ്പോൾ എന്താ വരിക? റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി ആർട്ടറി ആൻഡ് ലങ്സ്, പിന്നെ പൾമോണറി വെയിൻ, പിന്നെ തിരിച്ചു വരുന്നത് ഇങ്ങോട്ട് വരുന്നത് പൾമോണറി വെയിൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഉത്തരം? ക്വസ്റ്റ്യൻ നമ്പർ 175, 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 1 അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്താ റൈറ്റ് ആട്രിയം, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ നീലയെ കാണിക്കാം, കാരണം അത് ഇംപ്യൂർ ബ്ലഡ് അല്ലേ, നീല. അതായത് റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ, എന്നിട്ട് ഇതാ പൾമോണറി ആർട്ടറി വഴി പുറത്തേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 176, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 70 to 80% ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ ഇസ് റീഅബ്സോർബ്ഡ് ഇൻ. അതായത് നെഫ്രോണിലെ ഏത് ഭാഗത്താണ്
70-80% വാട്ടറും ഇലക്ട്രോലൈറ്റും അബ്സോർബ്. വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ദ ആൻസർ യു നോ വെരി വെൽ, ദാറ്റ് ഈസ് പ്രോക്സിമൽ കൺവോൾയൂട്ടഡ് ട്യൂബ്യൂൾ PCT. ക്വസ്റ്റ്യൻ നമ്പർ 176, 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 177 നോക്കാം. Which of the following is a matching pair of the body features and animal possessing? Is a question from Animal Kingdom. എന്താണ് ചോദ്യം? ഇതിലേതാണ് മാച്ചിങ് പെയർ എന്നാണ് നോക്കാം. വെൻട്രൽ ഹാർട്ട്, സ്കോർപിയോൺ. തെറ്റാണ്. നമുക്ക് ഡോർസൽ നെർവ് കോഡ്, മനുഷ്യൻ വെർട്ടിബ്രേറ്റ്സിന് അല്ലെങ്കിൽ കോർഡേറ്റ്സിന് ഡോർസൽ നെർവ് കോഡും വെൻട്രൽ ഹാർട്ടുമാണ്. ഈ സ്കോർപിയോൺ ഒരു നോൺ കോർഡേറ്റാ, അതിന് ഉണ്ടെങ്കിൽ ഡോർസൽ ഹാർട്ടാണ്. അത് തെറ്റാണ്. പോസ്റ്റ് ആനൽ ടെയിൽ ഒക്ടോപ്പസ്. പോസ്റ്റ് ആനൽ ടെയിൽ ഒരു കോർഡേറ്റിൻ്റെ സ്വഭാവമാണ്, അത് ഒക്ടോപ്പസിനില്ല. പിന്നെ വെൻട്രൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ലീച്ച്, അത് ശരിയല്ലേ? കാരണം നമുക്ക് ഡോർസൽ നെർവ് കോഡും നോൺ കോർഡേറ്റിന് വെൻട്രൽ നെർവ് കോഡുമാണ്. വെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് പൊസസ്ഡ് ബൈ നോൺ കോർഡേറ്റ്, ശരിയാണ്. ഫരീഞ്ചിയൽ ഗ്ലിറ്റ്സിൽ ആബ്സെന്റ് ഇൻ എംബ്രിയോ ഓഫ് ദ കാംലിയോൺ. അതായത് നമ്മൾ പറയുന്നുണ്ട് ഈ എല്ലാ വെർട്ടിബ്രേറ്റ്സും എംബ്രിയോണിക് സ്റ്റേജിൽ ഫരീഞ്ചിയൽ ഗ്ലിറ്റ്സ്ലിറ്റ് ഉണ്ടാവാം, പക്ഷെ അത് അഡൽട്ട് ആവുമ്പോൾ ഫിഷിന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അതിൽ എന്താണ് ഇതിൽ മാച്ചിങ് ആയിട്ടുള്ളത്? ഏത് മാത്രമാണ്? 3. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 177, 3 is the right answer. 3. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 178 നോക്കൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആർട്ടറീസ് ആവ് ഡാഷ് ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ദാൻ ഡാഷ്. എന്താ ആർട്ടറീസ് ആവ്? എന്തായിരിക്കും? ആർട്ടറീസ് ആവ് തിക്കർ ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ദാൻ വെയിൻ അല്ലേ? ആർട്ടറീസിന് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇത് ഒന്ന് നമ്മൾ ആർട്ടറി ആയിട്ട് വരയ്ക്കും, ഒന്ന് ആർട്ടറി, ഒന്ന് വെയിൻ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ആർട്ടറിക്ക് എന്തായിരിക്കും? ആർട്ടറിയുടെ ലൂമൻ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ഇതിൻ്റെ ലൂമൻ എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും വെയിൻ്റെ. അപ്പോൾ ഇത് ആർട്ടറി, ഇത് വെയിൻ. അപ്പോൾ എന്താ? ആർട്ടറീസ് ആവ് തിക്കർ അല്ലേ? ഇത് നോക്ക്, ഇത്രയും തിക്നെസ് കണ്ടില്ലേ നിങ്ങൾ? മറ്റേത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ തിക്കർ ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ദാൻ വെയിൻ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 178, 1 is the right answer. ഓക്കെ, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 179 ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കുക, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈല ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് 2 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്? രണ്ടെണ്ണവും ശരിയാവണം, ഒരെണ്ണം പോരാ. എന്താ നോക്കാം. ആർത്രോപോഡ, ബോഡി ഈസ് ഡിവൈഡഡ് ടു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ, ശരിയാണേ. പിന്നെ ആൻഡ് റെസ്പിറേഷൻ ബൈ ട്രക്കിയൽ സിസ്റ്റം. ഇൻസെക്റ്റിൽ ട്രക്കിയൽ സിസ്റ്റമാണ്. ഇൻസെക്ട് ബിലോങ് ടു ആർത്രോപോഡ, അപ്പം അത് ശരിയാണ്. പിന്നെ കോർഡേറ്റ്സ്, നോട്ടോകോഡ് അറ്റ് സം സ്റ്റേജസ് ആൻഡ് വെൻട്രൽ. നോട്ടോകോഡ് അറ്റ് സം സ്റ്റേജസ് അങ്ങനെ പറയാമെന്ന് കറക്റ്റൊന്നുമല്ല, എങ്കിലും ചില ജീവികൾ അങ്ങനെ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്കത് നോക്കാം. പക്ഷേ CNS വെൻട്രൽ സോളിഡ് ആൻഡ് ഡബിൾ ആണോ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്? ഡോർസലാണ്, സിംഗിളാണ്, അതുപോലെ തന്നെ എന്തുമാണ്? ഹോളോയാണ്. ഡോർസൽ, ഹോളോ, സിംഗിൾ നെർവ് കോഡാണോ? നേരെ തെറ്റാ. ഇതൊക്കെ നോൺ കോർഡിനേറ്റിൻ്റെ സ്വഭാവമാണ്. അടുത്തത് എക്കിനോഡെർമേറ്റ, റേഡിയൽ സിമെട്രി ആൻഡ് മോസ്റ്റ്ലി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. റേഡിയൽ സിമെട്രി ത്രൂ ഔട്ട് അല്ല, എങ്കിലും നമുക്കത് പറയാൻ വിചാരിക്കുക. അഡൽട്ട് റേഡിയൽ സിമെട്രിയാണ്, പക്ഷെ മൊത്തത്തിൽ റേഡിയൽ സിമെട്രി അല്ല, ലാർവൈസ് ബൈലാറ്ററൽ സിമെട്രി. പിന്നെ അവരെന്തായാലും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ല, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. പിന്നെ മൊളുസ്ക നോർമലി വിവിപാരസ് അല്ല, നോർമലി ഒവിപാരസ് ആണ്. മുട്ടയിടുന്നവരാണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ത്രൂ ലാർവൽ സ്റ്റേജ്, അത് ശരിയാണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റാണ്. പക്ഷെ അവർ ഒവിപാരസ് ആണ്, വിവിപാരസ് അല്ല, അതും തെറ്റാണ്. അപ്പോൾ ശരിയായത് 1 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 179, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 180 നോക്കാം. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ, അസർഷൻ റീസൺ. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, അസർഷൻ റീസൺ. അതായത് അസർഷൻ എന്താ? ദർ ഇസ് എ നെഗറ്റീവ് പ്രഷർ ഇൻ ദ ലങ്സ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. ശരിയാണ്. ഇൻസ്പിരേഷൻ സമയത്ത് ഇൻട്രാ പൾമോണറി പ്രഷർ കുറവും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലുമാണ്. അപ്പോൾ ലങ്സിൻ്റെ ഉള്ളിലെ പ്രഷർ കുറവും പുറത്തുള്ള പ്രഷർ കൂടുതലുമാണ്. അതായത് നെഗറ്റീവ് പ്രഷർ ഇൻ ദ ലങ്സ് എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത് റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ
റിട്ടേൺ ദ ഡയഫ്രം ആൻഡ് സ്റ്റേർണം ഇൻ ടു ദർ നോർമൽ പൊസിഷൻ. ഈ ഡയഫ്രം, ഫ്ലാറ്റായ ഡയഫ്രം നോർമലിലേക്ക് വരുന്നു, അല്ലെ? സ്റ്റേർണം താഴ്ന്നു, അതായത് റിബ് കേജ് താഴുന്നു. ഇത് രണ്ടും എപ്പോഴാണ് സംഭവിക്കുന്നത്? എക്സ്പിരേഷൻ സമയത്താണ്. ഈ സമയത്ത് എന്താ ഉണ്ടാവുക? ഡയഫ്രവും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അറിയാം. അതും ശരിയാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടല്ല നെഗറ്റീവ് പ്രഷർ ഉണ്ടാവുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റാ. അതായത് ഡയഫ്രവും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും കോൺസ്ട്രിക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് റിബ് കേജ് വലുതാവുന്നതും തൊറാസിക് വോളിയവും പൾമണറി വോളിയം കൂടുന്നതും പ്രഷർ കുറയുന്നതും. നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ 2 is the right answer. Okay, not correct explanation. Okay, question number 180. Question number 181. Match the column and find the correct combination. Look here. TV ഇതിലേതാ വരിക? നിങ്ങൾ ചിലപ്പോൾ തെരഞ്ഞു നടക്കും ഇതിനകത്ത് TV 500 എന്ന്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് TV in 1 minute ആണ്. 1 മിനിറ്റിലുള്ള TV എത്രയാ? അതായത് ടൈഡൽ വോളിയം, നോർമൽ ബ്രീത്തിങ് ഇൻ 1 minute. അതായത് നോർമലായിട്ട് ഒരു പ്രാവശ്യം 500. അപ്പം 12 മുതൽ 16 പ്രാവശ്യമാണ് ഒരാൾ ബ്രീത്ത് ചെയ്യുക, നോർമൽ ബ്രീത്തിങ്. അങ്ങനെ വരുമ്പം എന്ത് വരും? ABC നമ്മൾ എടുക്കുമ്പോൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് 500 കാണൂല. ഓപ്ഷൻ തെറ്റാണെന്ന് പറയരുത്. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 500 into 12 അല്ലെങ്കിൽ 500 into 16 ഈസ് ഈക്വൽ ടു 6000 ഓർ ഈസ് ഈക്വൽ ടു 8000. അപ്പോൾ ഈ 1P തന്നെ വരൂലടാ, അല്ലേ? അടുത്തത് IRV എത്രയാ? IRV ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, പഞ്ച് വേർഡ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. അത് എത്ര വരും? ദാറ്റ് ഈസ് 2,000 വരും. 2500 to 3000 ml. അടുത്തത് ERV ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. പുറത്തേക്ക് ആഞ്ഞു തള്ളുമ്പോൾ എത്ര പുറത്തേക്ക് പോകും? 1000 to 1100 S വരും. പിന്നെ എന്താ? RV സംതിങ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദ ലങ്സ്, റെസിഡ്യുവൽ വോളിയം. അതെത്രയാ? 1100 to 1200. സോ PRSQ എന്ന ഓപ്ഷൻ വരണം. PRSQ ഏതാ? PRSQ2 is the right answer here. Okay, question number 181. Question number 182. Goblet cells are present in the lining of. Goblet cell എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെല്ലാണ്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. NCERT അല്പം വിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എങ്കിലും NCERT റിലേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ ശരീരത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡൈജസ്റ്റീവ് ട്രാക്റ്റും, രണ്ടാമത്തത് റെസ്പിറേറ്ററി ട്രാക്റ്റും, മൂന്നാമത്തത് യൂറിനോജനൈറ്റൽ ട്രാക്റ്റുമാണ്. ഈ 3 ഭാഗത്തും രോഗാണുക്കൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന ഫിസിക്കൽ ബാരിയറായ മ്യൂക്കസ് മെംബ്രെയിൻ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ആ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽ. ആ അർത്ഥത്തിൽ വരികയാണെങ്കിൽ എവിടെയൊക്കെ വരണം? അതായത് 3 ട്രാക്റ്റിലും വരണ്ടേ? അപ്പോൾ ഗോബ്ലെറ്റ് സെൽ, അതായത് മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാവണം, GI ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാവണം, യൂറിനോജനൈറ്റൽ ട്രാക്റ്റിലും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 182 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 183 നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഫിസിക്കൽ ബാരിയർ, ആ ബാരിയർ എവിടെയൊക്കെ കാണുന്നു? സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. അതിൽ മ്യൂക്കസ് സെക്രീറ്റിംഗ് ആണ് ഗോബ്ലെറ്റ് സെൽ എന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 183. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇതിൽ എത്ര എണ്ണം ഇൻകറക്റ്റ് ആണ് എന്നാണ് ചോദ്യം. ഇൻകറക്റ്റ് നോക്കാം. ഗ്ലാൻസ് മേ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ഗോബ്ലെറ്റ് സെൽസ് യൂണിസെല്ലുലാർ ആണ്, നമ്മുടെ ലിവറൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്, ശരിയാണ്. സലൈവറി ഗ്ലാൻസ് ആർ ഇസ് എ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് മൾട്ടി സെല്ലുലാർ ആണ്. നിങ്ങൾക്കറിയുന്ന ഗോബ്ലെറ്റ് സെല്ല്, നിങ്ങൾക്കറിയുന്ന സെല്ലിൽ ഗോബ്ലെറ്റ് സെല്ല് പലതും മൾട്ടി സെല്ലുലാർ ആണ്, ഗോബ്ലെറ്റ് സെൽ ഒഴിച്ചിട്ട്. പ്രൊഡക്റ്റ് ഓഫ് എൻ എക്സോക്രൈൻ ഗ്ലാൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അത് തെറ്റല്ലേ? പ്രൊഡക്റ്റ് ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് അല്ല, പ്രൊഡക്റ്റ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഡക്റ്റ് ഇല്ല. പക്ഷെ എക്സോക്രൈൻ ഗ്ലാൻഡിന് കൃത്യമായ ഡക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ പ്രൊഡക്റ്റിനെ സൈറ്റ് ഓഫ് ആക്ഷനിലാണ്, ബ്ലഡിലേക്കല്ല. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഹാസ് എ മേജർ റോൾ ഇൻ സെക്രീഷൻ അബ്സോർപ്ഷൻ. തെറ്റല്ലേ? അതായത് ലിമിറ്റഡ് റോളാണ്, മേജർ റോൾ ഇല്ല. പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻകറക്റ്റ്. എത്ര എണ്ണം കറക്റ്റ് ചോദിച്ചാലും 2 ആണ്,
ഇൻകറക്റ്റ് ചോദിച്ചാലും 2 ആണ്. അതുകൊണ്ട് ഉത്തരവും നമുക്ക് 2 തന്നെ കൊടുക്കാം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 183, 2 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 184 എടുക്കാം. എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ്, നല്ല ക്വസ്റ്റ്യൻ. എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റബോളൈറ്റ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ശ്രദ്ധിക്കണം, പ്രൈമറി ആദ്യമാണ് പറഞ്ഞത്, പ്രൈമറി രണ്ടാമത് സെക്കൻഡറി റെസ്പെക്റ്റീവ്ലി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നമുക്ക് എഴുതി നോക്കാം. അതായത് നോക്കാം, ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് അത് സെക്കൻഡറി ആണ്, അബ്രിൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, റിസിൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, കരാറ്റിനോയിഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, അമിനോ ആസിഡ് പ്രൈമറി ആണ്, ഗ്ലൂക്കോസ് പ്രൈമറി ആണ്, ഫ്രക്ടോസ് പ്രൈമറി ആണ്, ഫാറ്റി ആസിഡ് പ്രൈമറി ആണ്, തൈമിൻ പ്രൈമറി ആണ്, യുറാസിലും പ്രൈമറി ആണ്, ലക്റ്റിൻസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, ഡ്രഗ്സും സെക്കൻഡറി ആണ്. അപ്പം ഇനി സെക്കൻഡറിയും പ്രൈമറി എണ്ണി നോക്ക്. അതായത് 1, 2, 3, 4, 5, 6 സെക്കൻഡറി. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? സെക്കൻഡറി മെറ്റബോളൈസ് ഇതിനകത്ത് 6 എണ്ണം ഉണ്ട്. പ്രൈമറി വേറെ കളർ കൊണ്ട് കാണിക്കാം. ദാ പ്രൈമറി 1, 2, 3, 4, 5, 6. പ്രൈമറിയും എത്ര എണ്ണം? 6 എണ്ണം. അതുകൊണ്ട് 6 and 6 എന്നുള്ള ഉത്തരം 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 184, 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 185 നോക്കാം. യെസ്, ദിസ് എ ക്വസ്റ്റ്യൻ ഫ്രം ബയോമോളിക്യൂൾസ് അല്ലേ, മറ്റൊരു ബയോമോളിക്യൂൾസിലെ ഉള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം. ദ അഡ്ജോയിനിങ് ഗ്രാഫ് ഷോയിങ് ദ ചേഞ്ചസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രാക്ട് ഓൺ എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിയിലുള്ള സബ്സ്ട്രാക്റ്റിൻ്റെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ എ, ബി, സി എന്നാണ് ചോദ്യം. ഇതിൽ എയും ബിയും സി എന്താ നോക്ക്. എ എന്ന് പറഞ്ഞ സാധനം എന്താ നിങ്ങൾ നോക്കിയാൽ കാണാം. എ ഇവിടെ കാണാം. എ എന്ന് പറഞ്ഞാൽ വി മാക്സ് ആണ്, മാക്സിമം വെലോസിറ്റി ആണ്. അതായത് കോൺസെൻട്രേഷൻ, സബ്സ്ട്രാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ വെലോസിറ്റി കൂടുന്നു. പക്ഷെ ഒരു ലെവലിൽ എത്തുമ്പോൾ പിന്നെ എത്ര കോൺസെൻട്രേഷൻ കൂട്ടിയാലും വെലോസിറ്റി കൂടില്ല. അതിനെയാണ് വി മാക്സ് എന്ന് പറയുന്നത്, മാക്സിമം വെലോസിറ്റി. കാരണം പിന്നീട് അവിടെ എൻസൈം മോളിക്യൂൾ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നമ്മളോട് ബി ചോദിക്കുന്നു. ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം Km വാല്യൂ അല്ലേ, മിച്ചലിസ് കോൺസ്റ്റന്റ്, മിച്ചലിസ് മെന്റൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന Km വാല്യൂ. അടുത്തത് സി എന്താ? സി എന്ന് പറഞ്ഞാൽ വി മാക്സ് ബൈ 2 അല്ലേ. ആ വി മാക്സ് ബൈ 2 സമയത്തുണ്ടാവുന്ന സബ്സ്ട്രാറ്റ് കോൺസെൻട്രേഷനെയാണ് Km എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എ ഇസ് ഈക്വൽ ടു വി മാക്സ്, ബി ഇസ് ഈക്വൽ ടു Km ആൻഡ് സി ഇസ് ഈക്വൽ ടു വി മാക്സ് ബൈ 2. ദാറ്റ് ഈസ് 3 ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 185. ഇതോടുകൂടെ നമ്മളെ ഫസ്റ്റ് പാർട്ട് കഴിയുകയാണ്. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ NCERT ടെസ്റ്റിലുള്ള ഈ ഡയഗ്രാം കോപ്പി ചെയ്തെന്ന് കാണാം. എ എന്താ? വി മാക്സ്. ബി എന്താ? Km, അതായത് മിച്ചലിസ് കോൺസ്റ്റന്റ്. ആൻഡ് സി എന്താ? വി മാക്സ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് പോവാം. പാർട്ട് 2ൽ നമ്മൾ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 2. കമ്പാരിറ്റീവ്ലി നല്ല സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ലിഗമെന്റ്സ് ഹെൽപ് ദ ഓവറീസ് ടു ബി പ്ലേസ് ഇൻ ഡ്യൂ ടു ഇറ്റ്സ്. ഈ ലിഗമെന്റ്സ്, ഓവറിയെ ലിഗമെന്റ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു നമ്മൾ പറയുന്നുണ്ട്. എവിടേക്കാണ് ഓവറിയെ ലിഗമെന്റ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒന്ന് പെൽവിക് വാളിലുമുണ്ട്, ഉള്ളിൽ അതായത് ക്യാവിറ്റിയുടെ നടുക്കുള്ള യൂട്രസിലുമുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ പെൽവിക് വാള്, അതർ സൈഡിൽ യൂട്രൈൻ വാൾ. അപ്പോൾ അങ്ങനെയാണ് അതിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ലിഗമെന്റ്സ് ശരിക്ക് ഓവറിയെ ശരിക്ക് സ്ഥലത്ത് നിൽക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാ? കണക്ഷൻ വിത്ത് പെൽവിക് വാൾ ആൻഡ് യൂട്രൈൻ വാളാണ്. ഒരു സൈഡിൽ പെൽവിക് വാള്, അതർ സൈഡിൽ ഇതിൻ്റെ സെൻറ്ററിൽ യൂട്രസ് ഉണ്ട്, യൂട്രൈൻ വാൾ. അതിന് രണ്ടിനും കൂടെ നടുക്കായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു എന്ത് വരുന്നത്? ഓവറി കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 186, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 187 നോക്കൂ. ചൂസ് ദ ഇൻകറക്റ്റ് മാച്ച് ആണ്. ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദ്യം. ടെസ്റ്റിക്കുലർ ലോബ്സ് ഇറ്റ്സ് ഇൻ 250 അല്ലേ. ഓരോ ടെസ്റ്റിസിനകത്തും 250 കമ്പാർട്ട്മെന്റുകളുണ്ട്. ശരിയാണ്. ദെൻ നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾ ഇൻ ഈച്ച് ഓവറി അറ്റ് പ്യൂബർട്ടി 6000 to 8000 അല്ല, 60,000 to 80,000 ആണ്. 60,000 to 80,000. ഞാൻ അത്രയും പറഞ്ഞിട്ട് പിന്നെ എഴുതിയ തെറ്റിപ്പോയെന്ന് വെച്ചാണ് ഒന്നുകൂടെ നോക്കിയത്. 60,000 to 80,000 ആണ്. ജനിക്കുന്നതിന് മുമ്പേ 2 million ഉണ്ട്. അത് പിന്നീട് കുറയും, നമ്മൾ NCERT ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. സ്പേം കൗണ്ട് ഇൻ എ ഹെൽത്തി മെയിൽ പെർ ഇജാക്കുലേറ്റ്.
ഒരു പ്രാവശ്യം ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 200 to 300 മില്യൺ, ശരിയാണ്. മെമ്മറി ലോബ്സ് ഇൻ ഈച്ച് ബ്രസ്റ്റ് 15 to 20, അതും ശരിയാണ്. ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് 2 എന്ന് മനസ്സിലായില്ലേ? 6,000 to 8,000 അല്ല, 60,000 to 80,000 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 188, വിച്ച് ഈസ് ദ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോളോയിങ് റീപ്രൊഡക്റ്റീവ് ഈവൻസ്? ഈ റീപ്രൊഡക്റ്റീവിലെ ഏറ്റവും അവസാന സ്റ്റെപ്പ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ആദ്യം എന്തുണ്ടാവണം? ഓവം ഉണ്ടാവണം എന്നുള്ള അറിയാം. അപ്പോൾ അപ്രോച്ച് ഓഫ് ദ സ്പെർമാറ്റോസോം ഓൺ ദ സർഫേസ് ഓഫ് കൊറോണ റേഡിയേറ്റേക്കാൾ കൂടുതൽ കൺവേർഷൻ ഓഫ് പ്രൈമറി ഊസൈറ്റ് ഇൻറ്റു സെക്കൻഡറി ഊസൈറ്റ് അതുണ്ടാവണമല്ലോ. ഇതാണ് ആദ്യം സംഭവിക്കേണ്ടത്. കൺവേർഷൻ ഓഫ് പ്രൈമറി ഊസൈറ്റ് ഇൻറ്റു സെക്കൻഡറി ഊസൈറ്റ്. ഊഗോണിയ പ്രൈമറി ഊസൈറ്റ് ആവണം, അത് സെക്കൻഡറി ഊസൈറ്റ് ആവണം. അടുത്തത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 4 ആണ് 2 വരിക, ഫോർമേഷൻ ഓഫ് ഊട്ടിഡ് എന്ന്. പക്ഷേ നിങ്ങൾക്കറിയാം ഈ ഒരു സെക്കൻഡറി ഊസൈറ്റ് നിങ്ങളിലൊക്കെ സെക്കൻഡറി ഊസൈറ്റ് രൂപത്തിലാണ് അത് ഇരിക്കുന്നത് ഓവുലേഷൻ സമയത്ത്. പിന്നെ എപ്പോഴാണ് അത് ഊട്ടിഡ് ഓർ ഫങ്ഷണൽ ഓവമായി മാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ 4 അല്ല 2 വരിക. അടുത്തത് എന്ത് വരണം? അപ്രോച്ച് ഓഫ് ദ സ്പെർമാറ്റോസോ ഓൺ ദ സർഫേസ് ഓഫ് കൊറോണ റേഡിയേറ്റ, അതായത് ഓവത്തിൻ്റെ പുറത്തുള്ള കൊറോണ റേഡിയേറ്ററിൽ സ്പേം അറ്റാച്ച് ചെയ്യുന്നു. അടുത്ത അതിലൂടെ തുളച്ചിട്ട് എവിടെ എത്തുന്നു? സ്പേം പെനിട്രേറ്റ് സോണ പെലുസിഡ. 3 സോണ പെലുസിഡയും തുളച്ച് കളയുമ്പോൾ ആദ്യം വരുന്ന സ്പേം സോണ പെലുസിഡയിലെ തുളച്ച് കിടക്കുമ്പോൾ അതിനകത്ത് സ്ട്രക്ചറൽ ചേഞ്ച് വരുന്നത് കൊണ്ട് രണ്ടാമതൊരു സ്പേമിന് വരാൻ പറ്റില്ല, പോളിസ്പെർമി തടയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് എന്തുണ്ടാവുക? ആ സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് അതൊരു ഫങ്ഷണൽ ഓവം അഥവാ ഊട്ടിഡായി മാറുകയും സെക്കൻഡ് പോളാർ മോഡ് റിലീസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനം നടക്കുന്നത് ഇതാണ്. പെട്ടെന്ന് നമുക്ക് തോന്നും 2, 4, 1, 3 ഒക്കെ തോന്നും നമുക്ക്, പക്ഷെ അങ്ങനെയല്ല. 2, 1, 3, 4 ഓർഡറിലാണ്. അപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്നത് ഫോർമേഷൻ ഓഫ് ഊട്ടിഡ് ആഫ്റ്റർ ദ എൻഡ്രിയോസ്പേം ഇൻ ടു ദ ഓവം. അതാണ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 188 4 is the right answer. Question number 189, match the assisted reproductive technology in column 1 with a process in column 2 and select the correct option. നോക്കാം. സ്വിഫ്റ്റ് എന്താ? സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതൊരു IVF മെത്തേഡ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ABCD എന്നും അല്ലെ ഇപ്പുറത്ത് നോക്കാം. IVF അല്ലേ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ പുറത്തു വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊടുത്തൂടെ? Fertilized egg is transferred into the fallopian tube for further development. Fertilization outside and development inside. അതല്ലേ IVF ET. അപ്പോൾ അതുകൊണ്ട് 2 കൊടുക്കാം. ഗിഫ്റ്റിലോ ഗമറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫറിലെ ഓവം ആൻഡ് സ്പേം ആർ ഡയറക്ട്ലി ഇൻജക്റ്റഡ് ഓവിഡാക്ട് വേർ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. കാരണം ഫെർട്ടിലൈസേഷന് മുമ്പേ ഈ സ്പേമിനെയും ഓവത്തിനെയാണ് ഈ ഫെലോപ്പിയൻ ട്യൂബിലേക്ക്. അതാണ് ഗമറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇറ്റ്സ് നോട്ട് എൻ IVF, ഇൻ വൈവോയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 4 കൊടുക്കാം. ICSA എന്താ? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ 1 അല്ലടാ. സിംഗിൾ സ്പേം ഈസ് ഇൻജക്റ്റഡ് ഡയറക്ട്ലി ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ഓവൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് IUI ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് സ്പേം ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ യൂട്രസ്. ശരിയല്ലേ? ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. 2, 4, 1, 3. 2, 4, 1, 3 2 അല്ലേ വരിക? 2, 4, 1, 3 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 189 2 is the right answer. ശരിയല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 190. Given below are 4 aspects of reproductive health in column A and related information in column B. ഇത് നമുക്ക് ഇതേപോലെ മാച്ച് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ABCD 190ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എളുപ്പമായി വരികയാണ്. നോക്കാം. MTP എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് ലീഗലൈസ്ഡ് ഇൻ 1971. അത് ശരിയല്ല. ഇന്ത്യയിൽ അത് ലീഗലൈസ് ചെയ്തിരിക്കുന്നത് 1971 ശരിയാണ്. അമ്നിയോസെൻറ്റസിസ് എന്താ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഓഫ് ദ ഫീറ്റസ് ഈസ് എക്സാമിൻഡ്. അപ്പോൾ 1 വരും. സഹേലി എന്താ? സഹേലി ഈസ് എ നോൺ സ്റ്റിറോയിഡൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് 4 വരും. ഫാമിലി പ്ലാനിങ്ങോ? പ്രോഗ്രാം ഇനീഷ്യേറ്റഡ് ഇൻ 1951. അപ്പോൾ അത് 3 വരും. 2143 2143 2 is the right answer for question number 190. ഇനി വെറും ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ നമ്മളെ മുന്നിലുള്ളൂ.
നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 191. ഇത് നമ്മൾ തീരാത്ത കുറേ പറയാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനൊക്കെ കുറേ ഉള്ളത് കൊണ്ടാണ് ടൈം കൺസ്യൂമിങ് ആവുന്നത്. A, B. പിന്നെ വേറെ കാര്യമുണ്ട് മക്കളെ, നിങ്ങൾക്കിത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ മാത്രം ഞാൻ പറഞ്ഞത് കാര്യമില്ല. ബാക്കിയുള്ളത് എന്തുകൊണ്ട് തെറ്റിയെന്നും അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയാക്കുന്നു എന്നുകൂടെ അറിയണം. അതാണ്. ഓക്കെ, നമുക്ക് ABCD എടുക്കാം. കോയിറ്റസ് ഇന്ററപ്റ്റസ് വിഡ്രോവൽ മെത്തേഡ് അല്ലേ, അതെന്താ? നാച്ചുറൽ കോൺട്രാസെപ്ഷൻ ആണ്. 4 വരും. സർവിക്കൽ ക്യാപ്പ് എന്തിൽ വരും? സർവിക്കൽ ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ബാരിയർ ആണ്. 5. പിന്നെ മൾട്ടി ലോഡ് 375 കോപ്പർ റിലീസിങ് IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. 1. സഹേലി എന്താ? സഹേലി ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. നോൺ സ്റ്റിറോയിഡൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ് സഹേലി. അപ്പം 4512 ഏതാ വരിക? 4512 അതും 2 ആണ് വരിക. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 191 2 is the right answer. ഓക്കെ, 192 എടുക്കാം. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ആൽഫ ഇന്റർഫെറോൺ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇപ്പോൾ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ആയ ആൽഫ ഇന്റർഫെറോൺ ഉപയോഗിക്കുന്നു. ബയോടെക്നോളജി പരം ഉണ്ടാക്കിയിട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ. ഇൻസോംനിയ ബെൻസോഡയസിപ്പൈൻ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ, അവർക്ക് നമ്മൾ ബെൻസോഡയസിപ്പം എന്ന് പറയുന്ന എന്തുപയോഗിക്കും? നമുക്ക് ഈ ഉറക്ക ഗുളികകൾ അല്ലേ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇൻസോംനിയയ്ക്ക് ബെൻസോഡയസിപ്പം എന്ന് പറയുന്ന ഗുളിക, ബെൻസോഡയസിപ്പൈൻസ് ഉപയോഗിക്കാം, ഉറക്ക ഗുളികകൾ അല്ലേ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കനാബിസ് സറ്റൈവ സ്മാക്ക് കനാബിസ് സറ്റൈവ നല്ല ഉണ്ടാക്കുന്നത് അല്ലേ. അതെന്തെന്നാ സ്മാക്ക് ഉണ്ടാക്കുന്നത്? പെപ്പാവർ സോംനിഫറത്ത് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ മെറ്റാസ്റ്റാസിസ് മാലിഗ്നന്റ് നിയോപ്ലാസം, അതായത് മെറ്റാസ്റ്റാസിസ് ദ മൈഗ്രേഷൻ ഓഫ് ക്യാൻസറസ് സെൽ ഫ്രം വൺ പാർട്ട് ടു അതർ ത്രൂ ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അത് മാലിഗ്നന്റ് ട്യൂമറിലാണ് കാണുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 192 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 192 അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 193. എ പേഴ്സൺ സഫറിംഗ് ഫ്രം ഡിസീസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം. അപ്പോൾ അത് മലേറിയയാണ്. എക്സ്പീരിയൻസ് ചിൽ ആൻഡ് ഫീവർ. കൃത്യമായി നിങ്ങൾക്കറിയാം മലേറിയൽ പേഷ്യൻസിന് റിക്കറന്റ് ചില്ലും ഫീവറും വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അറിയാം. ദ സ്പോറോസൈറ്റ് റിലീഫ് ഫ്രം RBC ആർ ബീങ് റാപ്പിഡ്ലി കിൽഡ് ആൻഡ് ബ്രോക്കൺ ഇൻ ടു സ്പ്ലീൻ. അല്ല, ദ ട്രോഫോസോയിറ്റ്സ്, അതായത് നല്ലോണം ഫുഡ് എടുക്കുന്ന ഒരു രൂപമാണത്. റീച്ച് മാക്സിമം ഗ്രോത്ത് ആൻഡ് ഗീവ് ഔട്ട് സെർട്ടൺ ടോക്സിൻ. അല്ല, നിങ്ങൾക്കറിയോ അത് ഹീമോസോയിൻ എന്ന കെമിക്കൽ RBCയിൽ കയറി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ RBC പൊട്ടുകയും അത് ആ റപ്ചേർഡ് RBC റിലീസ് ചെയ്യുന്ന കെമിക്കലാണ് ഹീമോസോയിൻ, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിക്കറൻറ്റ് ഫീവർ ആൻഡ് ചിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ദ പാരസൈറ്റ് ആഫ്റ്റർ ഇസ് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻസൈഡ് ദ RBC റപ്ചർ ദം റിലീസ് ഇസ് പ്രോജനി ആൻഡ് ടോക്സിൻ ഹീമോസോയിൻ. അത് ശരിയാണ്. ദ മൈക്രോ ഗമറ്റോസൈറ്റ് ആൻഡ് മെഗാ ഗമറ്റോസൈറ്റ്സ് ആർ ബീങ് ഡിസ്ട്രോയിഡ് ബൈ ദ WBC. അല്ല. അപ്പോൾ എന്താണ്? എപ്പോഴാണ് റിക്കറൻറ്റ് ഫീവർ ചിൽ വരെ? ഹീമോസോയിൻ ഉണ്ടാവുമ്പോഴാണ്, RBC റപ്ചർ ചെയ്യുമ്പോഴാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 193 3 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 194 എടുക്കാം. ഗംബൂസിയ, ഗപ്പി എന്ന് കേട്ടിട്ടില്ലേ? ഗംബൂസിയ ഈസ് എ ഡാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഫീഡ് ഓൺ ഡാഷ്. ഗംബൂസിയ ഈസ് എ ഫിഷ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗംബൂസിയ ഒരു മൊസ്കിറ്റോയോ ഫ്രോഗോ സ്നെയിലോ ഒന്നും അല്ല. ഗംബൂസിയ എന്ന് പറഞ്ഞാൽ ഗപ്പിയാണ്. ഗംബൂസിയ ഇസ് എ ഫിഷ്. ഇറ്റ് ഫീഡ് ഓൺ മൊസ്കിറ്റോ ലാർവ. ലാർവിവോറസ് ഫിഷ് ആണത്. അതുകൊണ്ട് ഒരു തരം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു ബയോളജിക്കൽ കൺട്രോൾ ഏജൻ്റായിട്ട് ഗംബൂസിയെ ഉപയോഗിക്കാം മൊസ്കിറ്റോ ലാർവയെ കൊല്ലാൻ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 195 നോക്കൂ. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സീവേജ് ട്രീറ്റ്മെന്റ്. ഇൻകറക്റ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 195 നോക്കാം. പ്രൈമറി ട്രീറ്റ്മെന്റ് ഇൻവോൾവ് ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. നിങ്ങളെ തെറ്റിക്കാൻ തന്നതാണ് മക്കളെ. അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ് ഇൻവോൾവ് ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. അത് ശരിയാ, പക്ഷേ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് അല്ല, പ്രൈമറി സ്ലഡ്ജ് ആണ്. അതായത് നമ്മൾ ശരിക്കും പറയണ ഈ പ്രൈമറി സ്ലഡ്ജും അതിന് ശേഷം ഉണ്ടാവുന്നതാണ്. ആ വെള്ളത്തിനെയാണ്, പൊള്യൂട്ടഡ് വാട്ടറിലാണ് ഫിൽട്രേഷനും സെഡിമെന്റേഷനും. ആ സെഡിമെന്റേഷന് ഫലമായി ഉണ്ടാവുന്നതാണ് പ്രൈമറി സ്ലഡ്ജ്. ഓക്കെ, ഫ്ലോക്സ് റെഫേഴ്സ് ടു മാസസ് ഓഫ് എയറോബിക് ബാക്ടീരിയ
associate the fungal filament to form mesh-like structure. ശരിയാണ്. Aerobic treatment continue till the BOD is reduced. ഈ ഫസ്റ്റ് എയറോബിക് ടാങ്കിൽ ഈ എയർ കടത്തിവിടുന്നത് കണ്ടിന്യൂ ചെയ്യും. ഏത് വരെ? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പൊല്യൂഷൻ കുറയുന്നത് വരെ. ഓക്കെ. എയറോബിക് ബാക്ടീരിയ kill other kind of bacteria and fungi present in the activated cells. Aerobic bacteria അല്ല അത്, എനൈറോബിക് ബാക്ടീരിയ ആണ് കൊല്ലുന്നത് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഓക്സിജൻ. ആ എയറോബിക് ബാക്ടീരിയ നശിക്കുന്നത് ഓക്സിജൻ ഇല്ലായിട്ടാണ്. ആ ഓക്സിജൻ ഇല്ലാത്ത എയറോബിക് ബാക്ടീരിയയുടെ നാശത്തിൽ നിന്നാണ് എനൈറോബിക് ബാക്ടീരിയ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പം അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? 195 നമുക്ക് ഒന്നും നമ്മളോട് ഇൻകറക്റ്റ് അല്ലടാ. എയും ഡിയും ഇൻകറക്റ്റ് അല്ലേ? സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 195 4 is the right answer. ഓക്കെ. 196 എടുക്കാം. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എനൈറോബിക് സ്ലഡ് ഡൈജസ്റ്റർ? എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ ഉണ്ടാവുന്നത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലാതെ ഓക്സിജൻ അല്ല. മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൺലി അല്ല, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൺലി അല്ല. മീഥെയിൻ ഈസ് ദ പ്രിഡോമിനന്റ് വൺ. ബയോഗ്യാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം മീഥെയിൻ ആണ്. മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 196 2 is the right answer അല്ലേ? 2 ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 197 എടുക്കാം. It has taken millions of years to accumulate this rich diversity in nature, but it could have lost all the wealth in dash if the present rate of species loss continue. ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? ഇറ്റ് ഹാസ് ടേക്കൺ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ ആണ്. ഓക്കെ. അപ്പോൾ 1ഉം 2ഉം ആവാം. ടു അക്യുമുലേറ്റ് ദിസ് റിച്ച് ഡൈവേഴ്സിറ്റി ഇൻ നാച്ചർ ആൻഡ് വി കുഡ് ലോസ് ഓൾ ദ വെൽത്ത് ഇൻ ലെസ് ദാൻ 2 centuries എന്നാണ്. ഇത് നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കുറേ എക്സ്റ്റിങ്ഷൻ നടന്നു, മാസ് എക്സ്റ്റിങ്ഷൻ നടന്നു, ഇനി അടുത്തത് വരാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ലോസ് തുടരുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദ സ്പീഷീസ് 100 years കൊണ്ട് നശിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പേജ് നമ്പർ നമ്മൾ 259 പേജ് നമ്പർ 259 പഴയ ബുക്കിൽ, അതായത് ബയോഡൈവേഴ്സിറ്റി തുടങ്ങുന്ന 2ാമത്തെ പേജിൽ നമ്മൾ പറയുന്നില്ലേ ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി, ദെൻ സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഓർ ഇക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ താഴെയുള്ള പാരഗ്രാഫിൽ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ലെസ് ദാൻ 2 century കൊണ്ട് മൊത്തത്തിൽ നശിച്ചു പോകും, ഈ ബയോഡൈവേഴ്സിറ്റി മൊത്തം നശിച്ചു പോകും എന്നൊരു പോയിന്റ് അതിന് കൊടുത്തതിന് ബേസിലാണ് നമ്മൾ ഈ പേജ് നമ്പർ 259 പഴയ ബുക്കിലുള്ള ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 197 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 198 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ് ഡസ് നോട്ട് ഒക്കർ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ? ഇംപ്ലാന്റേഷന് ശേഷം നടക്കാൻ സാധ്യതയില്ലാത്തത് ഇതിലേതാണ്? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ബ്ലാസ്റ്റോസിസ്റ്റ് വിൽ അറ്റാച്ച് ടു ദ യൂട്രൈൻ വാൾ. അതിനുശേഷം നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവം എന്താണെന്നാണ് ചോദ്യം. എന്ത് പറയും നിങ്ങൾ? അതായത് അപ്പിയറൻസ് ഓഫ് ജെർമിനൽ ലെയേഴ്സ്, അതിനുശേഷമല്ലേ ഗ്യാസ്ട്രുല സ്റ്റേജിലല്ലേ ജെർമിനൽ ലെയേഴ്സിൻ്റെ ആ ഒരു മോർഫോജെനറ്റിക് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലാസ്റ്റുല കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലല്ലേ ഫോർമേഷൻ ഓഫ് കോറിയോണിക് ആഫ്റ്റർ അറ്റാച്ച്മെൻറ്റ് ഈ ട്രോഫോബ്ലാസ്റ്റിൻ്റെ മേലെ നിന്ന് കാണുന്ന കോറിയോണിക് വില്ലി ജനറേറ്റ് ചെയ്യുന്നുള്ളത് ശരിയാണ്. ആ സമയത്താണ് പ്ലാസൻ്റ ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് സെക്രീഷൻ ഓഫ് HCG ഉള്ളത്. ഇതൊക്കെ നടക്കും. പക്ഷെ നടക്കാത്തത് ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽമാസും എവിടെ ഉണ്ടാവുന്നത്? ബ്ലാസ്റ്റുല സ്റ്റേജിലാണ്. ആ ബ്ലാസ്റ്റോസിസ്റ്റുള്ള ലെയേഴ്സിൽ ഔട്ടർ ലെയർ ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ ലെയർ ഇന്നർ സെൽമാസ്, അത് ഉണ്ടായതിന് ശേഷമാണ് ഇത് പോയിട്ട് എവിടെ അറ്റാച്ച് ചെയ്യുന്നത്? ഈ യൂട്രൈൻ വാൾ. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത് ആഫ്റ്റർ ദിസ് ഫോർമേഷൻ ഓഫ് ട്രോഫോബ്ലാസ്റ്റ് ഇന്നർ സെൽമാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡസ് നോട്ട് ഒക്കർ ചോദിക്കുമ്പോൾ നമുക്ക് 4 കൊടുക്കാം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 198. ക്വസ്റ്റ്യൻ നമ്പർ 199 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സയൻറ്റിഫിക് നെയിം ഓഫ് വീറ്റ് ഡിറൈവ്ഡ് ബൈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? നമ്മുടെ ലിവിങ് വേൾഡിൽ ഒരു ക്വസ്റ്റ്യൻ, നമ്മളിത് ഒഴിവാക്കി എന്ന് പറയരുത്. എന്താ?
ട്രിറ്റിക്കം എന്താണ് ശരിക്കും ട്രിറ്റിക്കം എയ്സ്റ്റിവം ആണ് വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം നമുക്കറിയാം. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 199, 2 is the right answer. And the last question of this section, 200 question, അല്ലേ? Which of the following is against the rule of ICBN, International Code for Botanical Nomenclature? അതിന് against ആയിട്ടുള്ള റൂൾ ഏതാ? ഹാൻഡ് റിട്ടൺ സയൻറ്റിഫിക് നെയിം ഷുഡ് ബി അണ്ടർലൈൻഡ്, വേണം, നിർബന്ധമാണ്. എവരി സ്പീഷീസ് ഷുഡ് ഹാവ് എ ജനറിക് ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്, അതും ശരിയാണ്. സയൻറ്റിഫിക് നെയിം ആർ ഇൻ ലാറ്റിൻ ഷുഡ് ബി ഇറ്റലൈസ്ഡ്, ശരിയാണ്. ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിം ഷുഡ് ബി റിട്ടൺ സ്റ്റാർട്ടിംഗ് വിത്ത് സ്മോൾ ലെറ്റർ, തെറ്റല്ലേ? ജനറിക് നെയിം സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം ഓർ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? മാൻജിഫെറ എന്ന് എഴുതുമ്പോൾ എം ക്യാപിറ്റൽ എഴുതണം. പിന്നെ ഇൻഡിക്ക എന്നുള്ളത് സ്മോൾ ലെറ്റർ എഴുതണം, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തത് ജീനസ് നെയിം സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. അല്ല, രണ്ടും സ്മോൾ ലെറ്റർ എന്ന് തെറ്റാണ്. നമ്മളോട് എഗെയിൻസ്റ്റ് റൂൾ ചോദിച്ചാൽ 4 ആണ് ഉത്തരം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ 200, അതായത് 50 ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇത് അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. എങ്കിലും ചില ഭാഗങ്ങൾ നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. മാർക്ക് കിട്ടിയ ആൾക്കാരെ നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.